ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് അതിനുള്ള അവസരം തരണമേ. കാരണം അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ വിളിയുള്ളവരെ, മുന്നമറിഞ്ഞവരെ ദൈവം വിളിക്കും. പക്ഷേ അവരെ തേജസ്കരിക്കുന്നൊരു അനുഭവം ഉണ്ടാകണമെങ്കിൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം, ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും വീണ്ടെടുപ്പ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ വിഷയമല്ല ഞാൻ പറഞ്ഞത്. ദൈവത്തിന്റെ സ്തോത്രം, പ്രൈസ് ഗോഡ്. നമുക്ക് പ്രതിഫലം ലഭിക്കത്തക്കവണ്ണം, അഭിമാനത്തോടെ നിൽക്കത്തക്കവണ്ണം, തേജസ്സിന്റെ ദിവസത്തിൽ അഭിമാനത്തോടെ നിൽക്കത്തക്കവണ്ണം ദൈവസന്നിധിയിൽ നിൽക്കണമെങ്കിൽ പ്രൈസ് ഗോഡ്, ദൈവത്തിനോട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അത് ചെയ്യാനുള്ള അവസരം കർത്താവേ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുക മാത്രമല്ല, ആമേൻ, അത് ചെയ്യണം. ചെയ്യാനുള്ള കൃപയും തരണമേ എന്ന് പ്രാർത്ഥിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സാധാരണ ഈ പാവപ്പെട്ട അവസ്ഥയിലിരിക്കുന്നൊരു വ്യക്തി ഇങ്ങനെ പറയാറുണ്ട്, പ്രൈസ് ഗോഡ്, എൻ്റെ കയ്യിൽ ഇത്ര ലക്ഷം രൂപയുണ്ടായിരുന്നെങ്കിൽ, പ്രൈസ് ഗോഡ്, ഇന്നാർക്കൊക്കെ ഉള്ളതുപോലെ സാമ്പത്തിക സൗകര്യം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് ചെയ്യുമായിരുന്നു, ഇത് ചെയ്യുമായിരുന്നു എല്ലാം പറയും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇത് കേട്ട ദൈവം ഈ വ്യക്തിയെ സാമ്പത്തികമായി ഒന്ന് അനുഗ്രഹിച്ചെന്നിരിക്കട്ടെ, അപ്പോഴറിയാം എന്ത് ചെയ്യുമെന്ന്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. അപ്പോഴും സ്തോത്ര കാണിച്ച 100-ന്റെ ഒരു നോട്ടില്, അല്ലെങ്കിൽ 50-ന്റെ ഒരു നോട്ടില്, അല്ലെങ്കിൽ 10 രൂപയുടെ നോട്ടിലിന് അപ്പുറത്തോട്ട് പോകത്തില്ല. ദൈവത്തിന്റെ സ്തോത്രം. പറഞ്ഞത് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ അവസരം തരണമെന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിന് അത് തരുമ്പോൾ അതിനുവേണ്ടി പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രവൃത്തിയിലേക്ക് വരുത്താനും പ്രാർത്ഥിക്കണം. ഈ 2015 ഹല്ലേലൂയ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, അത് സമയമായാലും ആരോഗ്യമായാലും സുവിശേഷം പറയാനുള്ളൊരു സമയമായാലും ഒരു ട്രാക്ട് കൊടുക്കാനുള്ള സമയമായാലും ഉപവസിക്കാനുള്ള സമയമായാലും പ്രാർത്ഥിക്കാനുള്ള സമയമായാലും ദൈവനാമത്തിൽ എന്തെങ്കിലും ചെയ്യാനുള്ള ആഗ്രഹം മാത്രം പോരാ, അവസരം വരുമ്പോൾ അത് ചാടിപ്പിടിക്കണം. പ്രൈസ് ഗോഡ്. ബലാൽക്കാരേണ എന്ന് പറയുന്ന പോലെ ബലമായി നിശ്ചയത്തോടെ നമ്മൾ ചാടിപ്പിടിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവസരം വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കണം. എപ്പോഴും അവസരം വരത്തില്ല. അവസരം വരുന്ന സമയത്താണ് അതിനുവേണ്ടി യത്നിക്കേണ്ടത്. ദൈവത്തിന്റെ സ്തോത്രം, പ്രൈസ് ഗോഡ്. അതിനുവേണ്ടി മനസ്സ് വയ്ക്കേണ്ടത്. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് ഞാൻ ദൈവസന്നിധിയിലിരുന്ന് പിന്നെയും പ്രാർത്ഥിച്ച് ദൈവത്തോട് ചോദിച്ചപ്പോൾ കിട്ടിയ സങ്കീർത്തനമാണ് 39-ാം സങ്കീർത്തനം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ സങ്കീർത്തനത്തിന്റെ ചില ഭാഗങ്ങൾ ഇന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ, ഈ വർഷത്തിന്റെ അവസാന നാളുകളിൽ കുറച്ചുകൂടെ താല്പര്യത്തോടെ, കുറച്ചുകൂടെ ആഗ്രഹത്തോടെ കർത്താവിനോട് സേവിപ്പാൻ നമുക്ക് അവസരം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ പ്രാരംഭമായിട്ടൊരു കാര്യം പറയാം. നിത്യതയിലേക്ക് എന്തെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ വചനം പറയുന്നു, അവരുടെ പ്രവൃത്തികൾ അവരെ പിന്തുടരുന്നു. നിത്യതയിലേക്ക് എന്തെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ, നിത്യതയിൽ നമ്മുടെ ഏതെങ്കിലും പ്രവൃത്തികൾ പിന്തുടരണമെങ്കിൽ 2 കാര്യങ്ങൾ മാത്രമേ അവിടെ പിന്തുടരത്തുള്ളൂ. ഒന്ന്, ഞാനും നിങ്ങളും ദൈവത്തിന് വേണ്ടി ചെയ്തത് പിന്തുടരും. 2, ഞാനും നിങ്ങളും സമസൃഷ്ടങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തത് ഇതും പിന്തുടരും. ഇത് രണ്ടുമല്ലാതെ വേറെ ഒന്നും നിത്യതയിൽ ചെല്ലുമ്പോൾ നമുക്ക് അഭിമാനിക്കത്തക്കവണ്ണം കൂടെ വരത്തില്ല. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ജീവിതം നമുക്ക് ലഭിക്കുമ്പോൾ ദൈവത്തെ സ്തോത്രം. എൻ്റെ പേര്, എൻ്റെ വീട്, എൻ്റെ മക്കള്, ഞാനുമായി ബന്ധപ്പെട്ടത് എല്ലാം എൻ്റെ എന്ന് അത് ശ്രദ്ധിച്ചുകൊണ്ട് അതിനെ വളർത്തിയെടുപ്പാൻ, അതിനുവേണ്ടി രാപ്പകൽ അധ്വാനിക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാക്കണം, ഇതൊന്നും കൊണ്ടുപോകത്തില്ല. മനുഷ്യർ തങ്ങളുടെ ധനശിഷ്ടം ആർക്ക് വച്ചിട്ട് പോകുന്നു? ചിലർ മക്കൾക്ക് വച്ചിട്ട് പോകുന്നു, ചിലർ വല്ലവരും കൊണ്ടുപോകുന്നു. എങ്ങനെ ഉണ്ടാക്കിയ കാശാ? കർത്താവിന് കൊടുക്കാതെ, കർത്താവിന് വേണ്ടി ചെലവാക്കാതെ ഉണ്ടാക്കിയതാ. മക്കള്, പ്രൈസ് ഗോഡ്, അല്ലെങ്കിൽ മറ്റു വല്ലവരും. അതുപോലെ സമയം, നമുക്ക് ലഭിക്കുന്ന സമയം നമ്മൾ ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചില്ല എങ്കിൽ പിന്നെ അതൊരിക്കലും മടങ്ങി വരത്തില്ല. 2014 ഒരു 10 ദിവസം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഇന്ന് വിചാരിച്ചാൽ നടക്കും. കാരണം ഇനി 11 ദിവസമുണ്ട്. പ്രൈസ് ഗോഡ്. എന്നാൽ ഒരാൾ വിചാരിക്കുകയാണ് 2014 ഒരു 15 ദിവസം എനിക്ക് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, നടക്കുകയല്ല. ഇനി 11 ദിവസമേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. അത് മനസ്സിലാക്കിയിട്ട് ഹല്ലേലൂയ നമ്മൾ ജീവിതത്തെ ക്രമപ്പെടുത്തണം. നമ്മുടെ പ്രവർത്തനങ്ങളെ, ഷെഡ്യൂളുകൾ എല്ലാം ക്രമപ്പെടുത്തണം.
ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. അടുത്തൊരു വർഷത്തേക്ക് ദൈവത്തിന് വേണ്ടി ചെലവാക്കുവാൻ സമയങ്ങളും സമ്പത്തും ആരോഗ്യവും എല്ലാം എടുത്തിട്ട് ഇന്നത് ദൈവത്തിനെന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കണം. എന്നിട്ട് എന്തിനെന്നറിയാമോ? അത് നടപ്പാക്കണം. പ്രൈസ് ഗോഡ്. നമുക്ക് എല്ലാത്തിനും പ്ലാനുകളുണ്ട്. ചിലർക്ക് അടുത്ത വർഷം, ഈ കഴിഞ്ഞ വർഷം പറ്റാതെ പോയൊരു കാര്യമാണ്, വീടൊന്ന് പെയിന്റ് ചെയ്യണമെന്ന് വിചാരിച്ചു, അടുത്ത വർഷം ചെയ്യാനിരിക്കുക. പ്ലാനാ. ഒരു മുറി കൂടെ എടുക്കണമെന്ന് തീരുമാനിച്ചു, കഴിഞ്ഞ വർഷം പറ്റിയില്ല, അടുത്ത വർഷം ചെയ്യണം. പ്രൈസ് ഗോഡ്. ഒരു റൂം കൂടെ അറ്റാച്ച് ചെയ്യണമെന്ന് വിചാരിച്ചു, ഒരു ബാത്റൂം അറ്റാച്ച് ചെയ്യണമെന്ന് വിചാരിച്ചു, കഴിഞ്ഞ വർഷം നടന്നില്ല, അടുത്ത വർഷത്തേക്ക് ചെയ്യണം. പ്രൈസ് ഗോഡ്. ഈ വർഷമെങ്കിലും സ്വന്തമായിട്ട് 10 സെന്റ് സ്ഥലം മേടിക്കാൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞില്ല, അടുത്ത വർഷം മേടിക്കണം. എൻ്റെ മകന്റെ വിവാഹം 2014 കഴിഞ്ഞില്ല, ഈ 11 ദിവസം കൊണ്ട് എന്തെങ്കിലും നടക്കണം. ഇങ്ങനെയൊക്കെ നമുക്ക് പ്ലാൻ ഉണ്ട്. നമ്മുടെ കാര്യത്തിനുണ്ട്, നമ്മുടെ വീടിനെ കുറിച്ചുണ്ട്. ചിലർ പറയുന്നത് അടുത്ത വർഷമെങ്കിലും ഈ കാറൊന്ന് മാറണമെന്ന്. ഇന്ന് രാവിലെയും കൂടെ ഭാര്യ പറഞ്ഞു കാണും, അടുത്ത വർഷമെങ്കിലും നമുക്ക് ഈ വണ്ടി മാറണം, തള്ളി മടുത്തു. പ്രൈസ് ഗോഡ്. ഇങ്ങനെ ഓരോത്തിനും ഒരു പ്ലാനുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സ്വന്തം വിഷയങ്ങൾക്ക് വേണ്ടി പ്ലാനും പദ്ധതിയും ഒരുക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആയുസ്സും ആരോഗ്യവും ദൈവം എനിക്ക് തന്നാൽ 2015 ഞാൻ ദൈവത്തിന് വേണ്ടി കാര്യങ്ങൾ ഇന്നത് ചെയ്യുമെന്ന് ഒന്ന് കുറിച്ചു വെക്കാൻ ശ്രമിച്ചു നോക്ക്. പ്രൈസ് ഗോഡ്. ഒത്തിരി കാണും കുറിക്കാൻ. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെയും മാനവും മഹത്വവും എനിക്ക് വേണമെന്ന് വിചാരിക്കല്ലേ. പ്രൈസ് ഗോഡ്. സുവിശേഷ വേല ചെയ്യാൻ തന്നെ തീരുമാനിച്ചിട്ട് അതിന്റെ മാനവും മഹത്വവും എനിക്ക് വേണമെന്ന് തീരുമാനിക്കല്ലേ. പലപ്പോഴും ഞാൻ പറയട്ടെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നമ്മൾ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എന്നാന്നറിയാമോ? പ്രൈസ് ഗോഡ്, ആമേൻ. പലപ്പോഴും ഒരു യോഗം നടക്കുന്നു, ഇന്നൊരു മീറ്റിംഗ് നടക്കുന്നു, അതിൽ പോയി സംബന്ധിക്കാൻ അന്തരാത്മാവിന് ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ പോകുന്നില്ല. കാരണം എന്നറിയാമോ? എനിക്ക് ആ മീറ്റിംഗിൽ എന്നാ റോള്? ഏറ്റവും വലിയ റോൾ എന്ന് പറയുന്നത് സർവശക്തനുമായിട്ടുള്ള കൂട്ടായ്മയാണ്. വിശ്വാസത്തിൽ ശുശ്രൂഷയിലൊക്കെ മുന്നോട്ട് പോകുന്നവർക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ് ഞാൻ പറയുന്നത്. ക്ഷണിച്ച് പേര് നോട്ടീസ് വെച്ച് വിളിച്ചു വരുത്തിയാൽ പോകും, അല്ലെങ്കിൽ വീട്ടിലിരിക്കും. റോളില്ല. നമ്മുടെ ഏറ്റവും വലിയ റോള് നോട്ടീസിൽ പേര് വരലല്ല, മറ്റുള്ളവർ ക്ഷണിച്ച് വിളിക്കലല്ല. ഇന്ന് ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കേണ്ട ദിവസമാണ്, ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കാൻ മാറ്റിവെച്ചു. അതുപോലെ ശുശ്രൂഷയിൽ ചില ഭാഗങ്ങൾ മാറ്റിവെക്കണം. അതിന്റെ മേധസ് നമ്മൾ തിന്നരുത്. യാഗമർപ്പിക്കുന്നവൻ യാഗവസ്തുവിന്റെ മേധസ് തിന്നരുത്. 2015 മാറ്റി വെക്കുമ്പോൾ ഇതുകൂടെ കണക്കാക്കണം. മേധസ് നമുക്കുള്ളതല്ല, ഇതിന്റെ മാനവ മഹത്വം നമുക്കുള്ളതല്ല, ഇതിന്റെ പുകഴ്ച നമുക്കുള്ളതല്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സർവ്വതും ദൈവത്തിനാണ്. അതുകൊണ്ട് പ്രൈസ് ഗോഡ്, ഈ വർഷം ചിന്തിച്ച് മനസ്സിലാക്കേണ്ട, പുതുവർഷത്തേക്ക് എടുക്കേണ്ട ഒരു തീരുമാനത്തിൽ രണ്ട് കാര്യമേ കൂടെ വരത്തുള്ളൂ. ഒന്ന്, ദൈവത്തിന് വേണ്ടി ചെയ്തത്, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തത്. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്, വെളുത്തവനോ കറുത്തവനോ നോക്കിയല്ല ചെയ്യേണ്ടത്, കാശുള്ളവനോ കാശില്ലാത്തവനോ നോക്കിയല്ല ചെയ്യേണ്ടത്, വലിയ കുടുംബമാണോ കൊച്ചു കുടുംബമാണോ നോക്കിയല്ല ചെയ്യേണ്ടത്. നിന്റെ കൂടെ സമസൃഷ്ടമായിട്ടുള്ള കുടുംബങ്ങൾ, മുഖപക്ഷം കൂടാതെ. 2015 ദൈവത്തിന് വേണ്ടിയും മനുഷ്യർക്ക് വേണ്ടിയും ഇങ്ങനെയൊക്കെ ചെയ്യാനിടയായാൽ, പ്രൈസ് ഗോഡ്, വല്ലതും അങ്ങോട്ട് കൊണ്ടുപോകാം. പ്രൈസ് ഗോഡ്. പ്രാരംഭമായി ഞാൻ ഓർമ്മിപ്പിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഈ സങ്കീർത്തനത്തിൽ ദാവീദ്, ദൈവത്തിന്റെ സ്തോത്രം, 13-ാം വാക്യത്തിൽ പറയുന്നത് ശ്രദ്ധിക്കാം. ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിന് മുൻപേ ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റണമേ. ദാവീദ് പറയുകയാണ്, ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിന് മുമ്പേ എന്തോ പ്രാപിക്കണം? ഉന്മേഷം പ്രാപിക്കണം. ഐ ഹാവ് ടു റിക്കവർ മൈ സ്ട്രെങ്ത്. പ്രൈസ് ഗോഡ്. എന്നെ നഷ്ടപ്പെട്ട ശക്തി എനിക്ക് വീണ്ടെടുക്കണം, നഷ്ടപ്പെട്ട കൃപകൾ വീണ്ടെടുക്കണം. നഷ്ടപ്പെട്ട ആരോഗ്യം മാത്രമല്ല, നഷ്ടപ്പെട്ട സമ്പത്ത് മാത്രമല്ല, നഷ്ടപ്പെട്ട മുതലുകൾ മാത്രമല്ല, ആത്മീയത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടത് എനിക്ക് വീണ്ടെടുക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഉന്മേഷം പ്രാപിക്കേണ്ടതിന്
ദൈവത്തെ സ്തോത്രം, പ്രൈസ് ഗോഡ്. അവിടെ ഒരു പ്രയോഗം എന്നെ വളരെ ചിന്തിപ്പിച്ചു. ദാവീദ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവിടെ പറയുന്നൊരു കാര്യം, ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിന് മുൻപേ ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടം എങ്കിൽ നിന്നും മാറ്റണമേ. പ്രൈസ് ഗോഡ്. നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റണമേ. ശ്രദ്ധിക്കുന്നുണ്ടോ ദാവീദിന്റെ ആ ഒരു പ്രസ്താവന? കർത്താവേ, നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റണമേ. ഈ ദാവീദ് പണ്ട് പ്രാർത്ഥിച്ചത് കേട്ടാൽ ഈ വ്യത്യാസം മനസ്സിലാകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 25-ാം സങ്കീർത്തനത്തിന്റെ 18-ാം വാക്യം. എന്റെ അരിഷ്ടതയും അതിവേദനയും നോക്കണമേ. എന്റെ അരിഷ്ടതയും അതിവേദനയും നോക്കണമേ. ഒരു സമയത്ത് ദാവീദ് പറഞ്ഞ, കർത്താവേ നോക്കണമേ. ഇപ്പൊ പറയാ, നോട്ടം എങ്കിൽ നിന്ന് മാറ്റണമേ. ദൈവത്തോട് പറയുക. ഒരു സ്ഥലത്ത് പറയുന്നു, എന്നെ നോക്കണമേ. പ്രൈസ് ഗോഡ്. 84:9 സങ്കീർത്തനം 84:9. ഞങ്ങളുടെ പരിചയായ ദൈവമേ നോക്കണമേ. ഞങ്ങളുടെ പരിചയായ ദൈവമേ നോക്കണമേ. നിന്റെ അഭിഷിക്തന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ ദാവീദ് തന്നെ പറയുകയാണ്, കർത്താവേ, നിന്റെ നോട്ടമെങ്കിൽ നിന്ന് മാറ്റണമേ. പ്രൈസ് ഗോഡ്. എപ്പോഴാ പറയുന്നത് അറിയാമോ? നോട്ടമെങ്കിൽ നിന്ന് മാറ്റണമേ എന്ന് പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. ആ സാഹചര്യത്തിന് ദൈവത്തിന് സ്തോത്രം. 7 മുതലുള്ള വാക്യം, 8-ാം വാക്യം. എന്റെ സകല ലംഘനങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണമേ. എന്നെ ഭോഷന്റെ നിന്നയാക്കി വെക്കരുതേ. 10-ാം വാക്യം. നിന്റെ ബാധ എങ്കിൽ നിന്ന് നീക്കണമേ. നിന്റെ കൈയുടെ അടിയാൽ ഞാൻ ക്ഷയിച്ചിരിക്കുന്നു. ഞാൻ ക്ഷയിച്ചിരിക്കുകയാണ്, ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. അപ്പോഴാണ് കുറച്ചും കൂടെ ദൈവത്തോട് ദൈവത്തിന്റെ ശ്രദ്ധ വേണ്ടത്. കർത്താവേ, എന്റെ മേൽ ദൃഷ്ടി വെച്ച് എനിക്ക് ആലോചന പറഞ്ഞു തരണമേ. എന്നെ കാണണമേ, എന്നെ നോക്കണമേ. പ്രൈസ് ഗോഡ്. 142-142 സങ്കീർത്തനം 4-ാം വാക്യം. വലത്തോട്ട് നോക്കി കാണണമേ. എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ. ശരണം എനിക്ക് പൊയ്പോയിരിക്കുന്നു. എന്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ശരണം എനിക്ക് പൊയ്പോയിരിക്കുന്നു, എന്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ സമയത്താണ് ദൈവം ഒന്ന് നോക്കേണ്ടത്. അതുകൊണ്ട് പറയുകയാണ്, കർത്താവേ നോക്കണമേ, വലത്തോട്ട് നോക്കി കാണണമേ, കടാക്ഷിക്കണമേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 25-18 ഒന്നുകൂടെ നോക്കിയേ. എന്റെ അരിഷ്ടതയും അതിവേദനയും നോക്കണമേ. എന്റെ അരിഷ്ടതയും എന്റെ അതിവേദനയും നോക്കണമേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഒരു സമയത്ത് നോക്കണമെന്ന് പറഞ്ഞ ദാവീദ്, പ്രൈസ് ഗോഡ്, തീർന്നില്ല. ഒന്നുകൂടെ അടുത്ത ഭാഗം. എന്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ. എന്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ. ദൈവത്തിന്റെ സ്തോത്രം, പ്രൈസ് ഗോഡ്. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച ദാവീദാണ് ഇപ്പൊ പറയുന്നത്, നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റണമേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ വ്യത്യാസം നമ്മളൊന്ന് മനസ്സിലാക്കണം. ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കൊതിച്ച്, കർത്താവിന്റെ കടാക്ഷത്തിന് വേണ്ടി ആഗ്രഹിച്ച്, ദൈവമേ നീ എന്നെ ഒന്ന് നോക്കണമേ എന്ന് പറഞ്ഞ്, പ്രൈസ് ഗോഡ്, പ്രാർത്ഥിച്ച ദാവീദ് ഇപ്പോൾ പറയുന്നു, നിന്റെ നോട്ടമെങ്കിൽ നിന്ന് മാറ്റണമേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ നോക്കണമേ എന്ന് പറയുമ്പോൾ, കടാക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ നോട്ടം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകല് ഞാൻ പറയട്ടെ, ദൈവം നമ്മെ നോക്കാൻ, ദൈവം നമുക്ക് വേണ്ടി, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം
14 വാക്യം. അപ്പോൾ യഹോവ അവനെ നോക്കി, അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോകാം, നിന്റെ ഈ ബലത്തോടെ പോകാം, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലോ നിന്നെ അയക്കുന്നത്. ഇത് നോട്ടമാണ്, ഇത് നോട്ടമാണ്. പ്രൈസ് ഗോഡ്. യഹോവ ഗിദെയോനെ നോക്കി, നോട്ടമാണ്. ദാവീദിനെ നോക്കി, നോട്ടമാണ്. ഗിദെയോൻ ബലപ്പെട്ടു. പ്രൈസ് ഗോഡ്. ഗിദെയോൻ ധൈര്യപ്പെട്ടു. ഗിദെയോൻ ശത്രുവിനെ നേരെ നിൽക്കത്തക്കവണ്ണം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നിശ്ചയം പ്രാപിച്ചു. പ്രൈസ് ഗോഡ്. അപ്പൊ ദൈവത്തിന്റെ നോട്ടം ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഈ വർഷത്തിന്റെ ഒരാഴ്ച കൂടെ ബാക്കിയുള്ളപ്പോൾ ഇന്ന് ദൈവം എന്നെ നോക്കുന്നത്, എൻ്റെ മുമ്പിൽ എതിർത്ത് നിൽക്കുന്ന, എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന, കടൽപ്പുറത്തെ മണൽ പോലെ അസംഖ്യമായി ചെതറിക്കിടക്കുന്ന മിദ്യാന്യ സൈന്യത്തിന്റെ മുമ്പിലേക്ക്, മിദ്യാന്യ പാളയത്തിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന ഒരു നോട്ടം ഇന്ന് എനിക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ജനത്തിന്റെ നേരെ, വ്യക്തികളുടെ നേരെ, എന്റെയും നിന്റെയും നേരെ, ഗിദെയോന്റെ നേരെ നോക്കിയ കർത്താവ് ഇന്നൊരു നോട്ടം നോക്കിയാൽ മതി. നിന്റെ എതിർപ്പുകളെ ഭയപ്പെടാതെ കണ്ട്, നിന്റെ ശത്രുവിനെ ഭയപ്പെടാതെ കണ്ട്, ശത്രുവിന്റെ പാളയത്തെ ഭയപ്പെടാതെ കണ്ട്, ആമേൻ ഹല്ലേലൂയ, അതിന്റെ നടുവിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ ഈ 2015 നിന്നെ വളഞ്ഞു നിൽക്കുന്ന ശത്രു, 2014 നിന്നെ തകർക്കാൻ അടുത്ത ശത്രു 2015 മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന്, നടുവിലേക്ക് ഇറങ്ങിച്ചെന്ന്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവശക്തി കാണുവാൻ, ദൈവകൃപ കാണുവാൻ, ശത്രുവിന്റെ പാളയത്തിൽ അത്ഭുതം നടക്കുന്നത് കാണുവാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. 7-ാം അധ്യായം 21-ാം വാക്യം. 7-ാം അധ്യായം 21-ാം വാക്യം. അവർ പാളയത്തിന്റെ ചുറ്റും ഓരോരുത്തൻ താന്താന്റെ നിലയിൽ തന്നെ നിന്നു. അവർ പാളയത്തിന്റെ ചുറ്റും ഓരോരുത്തൻ താന്താന്റെ നിലയിൽ തന്നെ നിന്നു. ഗിദെയോൻ നിർത്തിയോടത്ത് തന്നെ നിൽക്കുകയാണ്. കൊടവ് മുടച്ചുകൊണ്ട് നിൽക്കുകയാണ്. പന്തം വെളിയിൽ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ആർത്തു വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവരൊന്നും ചെയ്തില്ല, ചുമ്മാ നിൽക്കുകയാണ്. പ്രൈസ് ഗോഡ്. വായിച്ചേ. പാച്ചൽ തുടങ്ങി. എന്ത് പാച്ചൽ തുടങ്ങി? അവർ നിലവിളിച്ചുകൊണ്ട് ഓടി. ആ വാക്യം ഒന്നുകൂടെ പറ. അവർ പാളയത്തിന്റെ ചുറ്റും ഓരോരുത്തൻ താന്താന്റെ നിലയിൽ തന്നെ നിന്നു. പാളയമെല്ലാം പാച്ചൽ തുടങ്ങി. പാളയമെല്ലാം പാച്ചിൽ തുടങ്ങി. എന്നെ നിന്നെ ദൈവം നോക്കേണ്ടതുപോലെ ഒന്ന് നോക്കി വിട്ടാലുണ്ടല്ലോ, ആ നോട്ടം പ്രാപിച്ച് എഴുന്നേറ്റ് പുറത്തോട്ട് ചെല്ലുമ്പോൾ നിന്റെ നേരെ നിൽക്കുന്ന ശത്രുവിനെ പാളയത്തിൽ പാച്ചിൽ തുടക്കത്തക്കവണ്ണം, നിന്റെ കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം ദൈവപ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടും. നിന്റെ മുമ്പിൽ നിൽക്കുവാൻ ഉന്നം വെച്ച വൈരിയുടെ ആയുധങ്ങൾ ഫലിക്കാതെ കണ്ട്, ഒരുത്തനും നിന്റെ നേരെ നിൽക്കാതെ കണ്ട്, നിന്നെ ബലപ്പെടുത്തുന്ന ഒരു നോട്ടമുണ്ട്. ഒരു ശത്രുവും നിന്നെ തോൽപ്പിക്കാതെ കണ്ട് നിന്നെ ബലപ്പെടുത്തുന്ന ഒരു നോട്ടമുണ്ട്. നിന്റെ തലമുറയുടെ നേരെ ഒരു നോട്ടമുണ്ട്. നിന്റെ കുടുംബത്തിന്റെ നേരെ ഒരു നോട്ടമുണ്ട്. നീയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ നേരെ ഒരു നോട്ടമുണ്ട്. ആ ഒരു നോട്ടം ഇന്ന് പകൽക്കാലം കർത്താവേ എന്റെ നേരെ നോക്കണമെന്നൊന്ന് പ്രാർത്ഥിച്ച് നോക്ക്. നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നത് കാണാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കർത്താവ് നോക്കിയ നോട്ടത്തിൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഗിദെയോന്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരു മാറ്റം ആരംഭിച്ചു. അവൻ്റെ അകത്തൊരു മാറ്റം ആരംഭിച്ചു. അവൻ്റെ വിശ്വാസത്തിന് മാറ്റം ആരംഭിച്ചു. അവൻ്റെ പ്രവൃത്തികൾക്ക് മാറ്റം ആരംഭിച്ചു. അവൻ്റെ ചിന്താഗതികൾക്ക് മാറ്റം ആരംഭിച്ചു. അവൻ്റെ ഭയം അകത്തു നിന്ന് പോയി. അവൻ്റെ സംശയം അകത്തു നിന്ന് പോയി. അവനൊരു കാര്യം ഉറപ്പായി. എൻ്റെ ദൈവം പറഞ്ഞു, ഞാനല്ലോ നിന്നെ അയക്കുന്നത്. അതെ, ഇനി എന്നെ അയക്കുന്നത് എൻ്റെ ദൈവമാണ്. ഞാനല്ല പോകുന്നത്, എൻ്റെ ദൈവമാണ് എന്നെ അയക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ഇത് പകൽക്കാലം ദൈവത്തിൽ ആശ്രയിച്ച് ഇറങ്ങാൻ മടിയുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് ഇറങ്ങാൻ നിനക്ക് സാധിക്കുന്നുവെങ്കിൽ നിന്നെ ജയോത്സവമായി നടത്തുവാൻ ഈ ദൈവത്തിന് കഴിയും. പ്രൈസ് ഗോഡ്. ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഒരു ശനിയാഴ്ച ഞാൻ ജോലിയിലിരുന്നപ്പോൾ ഞാൻ വീട്ടിൽ വന്നത് വളരെ വിഷമിച്ച
കാരണം പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവിടുത്തെ ഒരു യൂണിയൻ മെമ്പർ എന്ന പേരിൽ എനിക്കൊരു ആക്ഷൻ എടുക്കണം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. പക്ഷെ യൂണിയൻ മുഴുവനും എഗൻസ്റ്റ്, എല്ലാവരും എഗൻസ്റ്റ്, ഒറ്റക്കെട്ടായി അവന് വേണ്ടി നിൽക്കുകയാണ്. ശനിയാഴ്ച വൈകിട്ട് ഞാൻ ഗ്രേസിയോട് പറഞ്ഞു, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, എന്ത് വിധത്തിലും തിങ്കളാഴ്ച എനിക്ക് ആക്ഷൻ എടുത്തേ പറ്റും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. പക്ഷേ ആക്ഷൻ എടുത്താൽ മുഴുവനും എതിര്. നിങ്ങൾക്കറിയാമോ? പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. തൊഴിലാളികൾ മുഴുവനും കൂടെ എതിരായി കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് നമ്മളെ കൈവിടും, മാനേജ്മെൻറ്റും കൈവിടും. പ്രൈസ് ഗോഡ്. നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഞാൻ ഗ്രേസിയോട് പറഞ്ഞു, പ്രൈസ് ഗോഡ്, തിങ്കളാഴ്ച എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആമേൻ. അന്ന് രാത്രി കിടന്നുറങ്ങി. പിറ്റേന്ന് ഞായറാഴ്ച ആരാധനയ്ക്ക് ചെന്ന് ദൈവവചനം കേട്ടപ്പോൾ ഞാൻ ബലപ്പെട്ടു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അന്ന് ആ ആരാധനയെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ഞാൻ പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ വിഷയം അന്ന് എൻ്റെ ജീവിതത്തിലേക്ക് പ്രൈസ് ഗോഡ് പ്രത്യേക ഒരു ഡയമെൻഷനിൽ കടന്നു വന്നു. അവരവരുടെ നിരയിൽ നിന്നു. ശത്രുവിൻ്റെ പാളയം മുഴുവൻ പാച്ചിൽ തുടങ്ങി. നീ നിൽക്കേണ്ടിടത്ത് നിൽക്കുമ്പോൾ, നിൽക്കേണ്ടതുപോലെ നിൽക്കുമ്പോൾ, ദൈവ ശബ്ദം കേട്ട് നിൽക്കുമ്പോൾ, ദൈവ കൃപ പ്രാപിച്ച് നിൽക്കുമ്പോൾ, സംശയമില്ലാതെ നിൽക്കുമ്പോൾ, ബലത്തോടെ നിൽക്കുമ്പോൾ, വിശ്വാസത്തോടെ നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, നിന്നെ വെല്ലുവിളിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ഉറക്കം കെടുത്തിയ വിഷയം ഗിദെയോനെ നീ ഒരു കാഴ്ച കാണും. നിന്റെ മുമ്പിൽ പായുന്നത് കാണാനിടയായി തീരും. ഇന്ന് പകൽക്കാലം കർത്താവേ, ആമേൻ, ചില വിഷയങ്ങൾ ഞങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ നാളുകൾ നിൽക്കുന്നത്, ഞങ്ങളുടെ മുമ്പിൽ പായുന്നത്, ഓടി പാഞ്ഞു പോകുന്നത് കാണത്തക്കവണ്ണം ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തെ ഒന്ന് ആരാധിച്ച്, ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുക, ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുക. 2014 നിന്നെ തകർത്തിട്ട വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ വിടുതൽ കാണുവാൻ. പ്രൈസ് ഗോഡ്. ഇന്നൊരു പകൽക്കാലം ദൈവമേ, എൻ്റെ ദൈവം എന്നെ സഹായിക്കണം, എൻ്റെ ദൈവം എന്നെ വിടുവിക്കണം. എൻ്റെ ദൈവമല്ലാതെ എനിക്ക് മറ്റൊരാശ്രയമില്ലെന്ന്, വേറെ ഒരു സ്ഥലത്തും എനിക്ക് പോകാനില്ലെന്ന്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഒറ്റ മനുഷ്യനെ പോലെ ഞാൻ നിന്നെ അയക്കുന്നു. പ്രതികൂലത്തിന്റെ മുമ്പിൽ നിന്ന് ജയമെടുത്തവർക്കറിയാം ഇതിൻ്റെയൊക്കെ ഗുണം. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ജയമെടുത്ത ജനത്തിനറിയാം ഇതിൻ്റെയൊക്കെ ഗുണം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ആമേൻ. നമ്മൾ വായിക്കണം. വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഒറ്റ മനുഷ്യനെ പോലെ ഞാൻ നിന്നെ അയക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ഈ ദൈവത്തിന് സ്തോത്രം ഗിദെയോന്റെ കൂടെ ദൈവത്തിന് സ്തോത്രം വലിയൊരു ജനം വന്നുകൂടി. 7-ാം അധ്യായം 3 മുതൽ 2 മുതലുള്ള വാക്യങ്ങൾ. യഹോവ ഗിദെയോനോട്, നിന്നോട് കൂടെയുള്ള ജനം അധികമാകുന്നു. നിന്നോട് കൂടെയുള്ള ജനം അധികമാകുന്നു. എന്റെ കൈ എന്നെ രക്ഷിച്ചു എന്ന് ഇസ്രായേൽ എന്റെ നേരെ വമ്പ് പറയാതിരിക്കേണ്ടതിന് ഞാൻ മിഥ്യാനരെ ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയില്ല. ഞാൻ ഏൽപ്പിക്കത്തില്ല. കാരണം മനുഷ്യൻ വമ്പ് പറയാൻ ഞാൻ സമ്മതിക്കത്തില്ല. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കത്തില്ല. ഞാനൊരു കാര്യം ചെയ്യാം, ഇവരിൽ നിന്നും ദൈവത്തിന്റെ സ്തോത്രം കുറച്ചു പേരെ തിരഞ്ഞെടുത്ത് നിന്റെ കയ്യിൽ തരാം. 32,000 പേരിൽ നിന്ന് ഒടുക്കം കൈ കിട്ടിയത് എത്രയെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വെറും 300 പേര്. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. 7-ാം വാക്യം. യഹോവ ഗിദെയോനോട്, നക്കി കുടിച്ച 300 പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിച്ച് മിദ്യാന്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ശേഷം ജനമൊക്കെയും താന്താങ്ങളുടെ സ്ഥലത്തേക്ക് പോകട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവമക്കളെ, ദൈവത്തിന്റെ നോട്ടം നിന്റെ മേൽ പതിച്ചാൽ പിന്നെ 32,000 ഒന്നും ആവശ്യമില്ല. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അതിന്റെ 100-ലൊന്ന് പോലും ആവശ്യമില്ല. അതിന്റെ 1000-ലൊന്ന് പോലും ആവശ്യമില്ല. നിന്റെ കൂടെ ഉള്ളതിനെ കൊണ്ട്, നിന്റെ കൂടെ ഉള്ളതിനെ കൊണ്ട് ദൈവം പാളയത്തിൽ അത്ഭുതം പ്രവർത്തിച്ച് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ അത് ഏൽപ്പിക്കുന്ന ദൈവമാണ്. 32,000-ൽ നിന്ന് പോകുന്നത് കണ്ട് വിഷമിക്കല്ലേ. ദൈവം നിന്റെ കൂടെ തരുന്ന 300 മതി നിന്റെ യുദ്ധം നിനക്ക് ജയിക്കാൻ. മനസ്സിലായോ? പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഗിദെയോന് സങ്കടം തോന്നിക്കാണ്. 32,000-ന്റെ കർത്താവ് 1000-ലൊന്ന് പോലും
32,000 1000 എത്ര? 320. 1000 പോലുമില്ല. 1000 പോലുമില്ല. പക്ഷേ ഗിദെയോന് പിന്നത്തേതിൽ മനസ്സിലായി. ആദ്യം വിഷമം തോന്നിക്കാണും, ഭയങ്കര വിഷമം തോന്നിക്കാണും. പ്രൈസ് ഗോഡ്. ഒരു 2-3 ഘട്ടങ്ങളായിട്ട് അങ്ങോട്ട് അവൻ പിരിച്ചു വിട്ടപ്പോൾ മനസ്സിന് മനപ്രയാസം തോന്നിക്കാണും. പക്ഷേ ഗിദെയോനെ, നിനക്ക് ആളുകളെ കൂടെ നിർത്തണോ യുദ്ധം ജയിക്കണോ? ഇന്ന് പകൽ തീരുമാനിക്കുക. നിനക്ക് പ്രൈസ് ഗോഡ് 32,000 എണ്ണത്തിനെ ചുറ്റും നിർത്തണമോ, ഹല്ലേലൂയ, അതോ യുദ്ധം ജയിക്കണമോ? ഗിദെയോൻ പറയും, കർത്താവേ, എനിക്ക് 32,000 3 ലക്ഷം ഉണ്ടായിട്ടും കാര്യമില്ല, എനിക്ക് യുദ്ധം ജയിക്കണം. 3 ലക്ഷം കൂടെ നിന്നിട്ട് തോറ്റ് തുന്നം പാടി പട്ടുപോകുന്നതിനേക്കാൾ നല്ലത് വെറും 300 എണ്ണത്തെ കൊണ്ട് യുദ്ധം ജയിക്കുന്നതാണെന്ന് ഗിദെയോൻ പറയും. പ്രൈസ് ഗോഡ്. ഇതായിരിക്കണം നമ്മുടെ ചിന്താഗതി. മനസ്സിലായോ? ഗിദെയോൻ പറഞ്ഞു, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ആമേൻ. ഗിദെയോന് കിട്ടിയ ധൈര്യം എവിടെ നിന്നറിയാമോ? അവരൊറ്റ നോട്ടമാ. ഓ, ഇന്ന് പകൽ ദൈവം ഒന്ന് എന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിലെന്ന്, നിന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിലെന്ന്. ചുറ്റുപാടും നടക്കുന്ന വിഷയങ്ങളുടെ പുറത്ത് മനസ്സിടിയാനല്ല, ഹൃദയം തകരാനല്ല, അതിനപ്പുറത്ത് നിനക്ക് ബലം തരുന്നൊരു നോട്ടമുണ്ട്. ആ നോട്ടം ഇന്ന് നിന്റെ മേൽ പതിയട്ടെ. യഹോവയുടെ ദൃഷ്ടി നിന്റെ മേൽ പതിയട്ടെ. ദൈവത്തിന്റെ ദൃഷ്ടി നിന്റെ മേൽ പതിയട്ടെ. നിന്റെ തലമുറയുടെ മേൽ പതിയട്ടെ. നിന്റെ മക്കളുടെ മേൽ പതിയട്ടെ. നിന്റെ ബിസിനസിന്റെ മേൽ പതിയട്ടെ. നിന്റെ ആത്മീയവും ഭൗതികവുമായ സകല വിഷയത്തിന്മേലും പതിയട്ടെ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം 12-ാം വാക്യം. ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം 12-ാം വാക്യം. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ചു. സ്ത്രീയെ. യേശു അവളെ കണ്ടു. യേശു അവളെ കണ്ടു. എന്തോ ചെയ്തു? അടുത്തോട്ട് വിളിച്ചു. പ്രൈസ് ഗോഡ്. ആ ആലയത്തിൽ 18 വർഷത്തോളമായി ഇവള് വരികയും പോവുകയും ചെയ്യുകയാണ്. പക്ഷെ ഒരു മാറ്റവുമില്ല. ചിലർക്ക് അങ്ങനെ എത്ര കാലം കഴിഞ്ഞാലും ഒരു മാറ്റവും വരത്തില്ല. എന്നാൽ ചില ജീവിതങ്ങൾക്ക് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം. പണ്ട് ആമേൻ മേരി കോവൂര് ഒരു കൺവെൻഷൻ പ്രസംഗിച്ച ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. നദികളുടെ ഒരു കോൺഫറൻസ്. നദികളെല്ലാം കൂടെ ഇങ്ങനെ കൂടിയേക്കുക. അപ്പോൾ ഓരോ നദിയും തങ്ങളുടെ വലിയ വലിപ്പം എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഗംഗ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഭാരതത്തിൻ്റെ പുണ്യനദിയാണ്, എന്നിൽ കുളിച്ചാണ് ആളുകൾ ശുദ്ധി പ്രാപിക്കുന്നത്. പ്രൈസ് ഗോഡ്. സിന്ധു നദി വന്നിട്ട് പറഞ്ഞു, എൻ്റെ തടത്തിലാണ് ഇന്ത്യൻ സംസ്കാരം ഉടലെടുത്തത്. പ്രൈസ് പമ്പാ നദി പറഞ്ഞു, പ്രൈസ് ഗോഡ്, കേരളത്തിലെ ഏറ്റവും ശക്തമായ നദി ഞാനാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. അങ്ങനെ പല നദികളും വന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒടുവിൽ കാവേരിക്ക് റോള് വന്ന സമയം വന്നു. കാവേരി എഴുന്നേറ്റ് പറഞ്ഞറിയാമോ, എനിക്ക് ആരുടെയും പാപം പോകുന്ന കാര്യം പറയാനറിയാം, ആരുടെയും കൃഷി നനയ്ക്കുന്ന കാര്യം പറയാൻ അറിയത്തില്ല, ആരുടെയും സംസ്കാരം വളർത്തിയ കാര്യം പറയാൻ എനിക്കില്ല, എനിക്ക് വലിയ പാരമ്പര്യമൊന്നും പറയാനില്ല. എന്നാൽ എനിക്ക് ഒരു കാര്യം അറിയാം, ഒരു ചെറിയ മഴ പെയ്താൽ മതി, ഞാനങ്ങ് കവിഞ്ഞൊഴുകും. ഹല്ലേലൂയ. ഒരു ചെറിയ ആലോചന കിട്ടിയാൽ മതി, ഒരു ചെറിയ ദൈവവചനം കേട്ടാൽ മതി, ഞാനങ്ങ് കവിഞ്ഞൊഴുകും. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട്, ദൈവവചനത്തിന്റെ ശക്തിയിൽ ഒരു കവിഞ്ഞൊഴുക്ക് ഇന്ത്യയുടെ ജീവിതത്തിലേക്ക് ദൈവമയക്കാൻ. വിശേഷതയേറിയ നദികളെക്കാൾ നീ ഉന്നതനാണ്. വിശേഷമേറിയ വസ്തുക്കളെക്കാൾ, വിശേഷതയേറിയ വ്യക്തികളെക്കാൾ ഞാനും നീ ഉന്നതനാണ്. ആമേൻ. അവളുടെ മേൽ കൈവച്ചു. അന്ന് അവൾ സൗഖ്യമായി. 38 ആണ്ട് ബെഥസ്ദ കുളക്കരയിൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, കിടന്നിരുന്ന ഒരുവനെ യേശു കണ്ടു. അവൻ അന്ന് സൗഖ്യമായി. 38 വർഷം കൊണ്ട് നടക്കാത്ത വിഷയം ഒരൊറ്റ നോട്ടം കൊണ്ട്, കർത്താവിൻ്റെ ഒരൊറ്റ നോട്ടം കൊണ്ട് നടത്തിയെടുക്കാൻ കഴിഞ്ഞതുപോലെ ഇന്ന് പകൽ കർത്താവേ, 2014 എൻ്റെ പല വിഷയങ്ങളിലും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും കഷ്ടങ്ങളും വന്നുവെങ്കിലും നിന്റെ ഒരു നോട്ടം മതി, നിന്റെ ഒരു വാക്ക് മതി. യേശുവിന്റെ നാമത്തിൽ ഒരു വാക്ക് മതി, ഒരു വാക്ക് മതി, ഒരു വാക്ക് മതി, നിന്റെ ഒരു വാക്ക് മതി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഒരു വാക്ക് മതി. ആ പാട്ടിന്റെ ഒരടികൾ സാധനം പാടിയാട്ട്. നിന്റെ ഒരു വാക്ക് മതി. യേശുവേ എൻ പ്രിയനേ, നിൻ
നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. യേശുവേ ഒരു വാക്കുമതി എന്റെ ജീവിതം മാറിടുവാൻ. നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. വചനത്തിന് വേണ്ടി, യേശുവേ ഒരു വാക്കിന് വേണ്ടി ഒരു വാക്കുമതി എന്റെ ജീവിതം മാറിടുവാൻ. നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. കേൾപ്പിക്കണമേ. മറ്റൊന്നും ഈ വർഷത്തിന്റെ അവസാന ദിവസം അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ മൃദുസ്വരം എന്നെ കേൾപ്പിക്കണമേ. നീ എന്നോട് സംസാരിക്കണമേ. ഒരു വാക്കുമതി എനിക്ക്. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. മരിച്ചവരെ ഉയർപ്പിച്ചതാ, രോഗികളെ വിടുവിച്ചതാ, കൊടും കാറ്റിനെ അടക്കിയതാ, നിന്റെ ഒരു വാക്കുമതി എനിക്ക്. മരിച്ചവരെ ഉയർപ്പിച്ചതാ, രോഗികളെ വിടുവിച്ചതാ, കൊടും കാറ്റിനെ അടക്കിയതാ, നിന്റെ ഒരു വാക്കുമതി എനിക്ക്. സ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. കർത്താവിനോട് പറ, നിന്റെ ഒരു വാക്ക് മതി കർത്താവ്. വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. എന്റെ അവസ്ഥകൾ മാറിടുവാൻ, എന്നിൽ രൂപാന്തരം വരുവാൻ, ഞാനേറെ ഫലം നൽകാൻ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരാം, നിനക്കൊരു രൂപാന്തരം വരാം. പ്രൈസ് ഗോഡ്. നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരാം, ഒരു വാക്ക് മതി. യെസ്. ഞാനേറെ ഫലം നൽകാൻ
ഒരു വാക്കുമതി എനിക്ക്. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. 12 വർഷമായി രോഗം ബാധിച്ച് രക്തസ്രവമുള്ളവളായി തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ട് വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ച് ഏറ്റവും പരവശയായി തീർന്ന സ്ത്രീക്ക് അവളുടെ പ്രശ്നം പരിഹരിക്കാൻ കർത്താവ് ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ, നിന്റെ ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയാകാം. ഇന്ന് പകൽക്കാലം അതുപോലെ ഒരു വചനം നിനക്ക് വേണ്ടി കൽപ്പിക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയും. നിനക്ക് വേണ്ടി കൽപ്പിക്കുവാൻ, നിനക്ക് വേണ്ടി കൽപ്പിക്കുവാൻ, 12 വർഷം പഴക്കത്തിൽ കിടക്കുന്ന നിന്റെ വിഷയത്തിന് വേണ്ടി കൽപ്പിക്കുവാൻ യേശുവിന് കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ടൊരു സ്തോത്രം പറയാമോ? ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടബല ഹദല ഗജകര ദലബല ഹദല ബൗഡേ ഷത്തർ ഖൗഡ. 18 വർഷമായി കൂനിയായി നടന്നൊരു സ്ത്രീയെ നേരെ നിർത്തുവാൻ കർത്താവ് ഒന്നേ പറഞ്ഞുള്ളൂ, സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. ഇന്ന് പകൽക്കാലം രോഗബന്ധനങ്ങൾ അഴിക്കുന്ന ഒരു വചനം, നിന്റെ ബന്ധനങ്ങൾ അഴിക്കുന്ന ഒരു വചനം, നിന്റെ തടസ്സങ്ങളെ മാറ്റുന്ന ഒരു വചനം, നിന്റെ കെട്ടുകളെ പൊട്ടിക്കുന്ന ഒരു വചനം. കർത്താവ് എന്നോട് കൽപ്പിക്കണമേ, എന്നോട് കൽപ്പിക്കണമേ, എന്നോട് കൽപ്പിക്കണമേ, അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇത് പകൽക്കാലം കർത്താവെ നാളുകളായി കെട്ടിവച്ചിരിക്കുന്ന കെട്ടുകൾ അഴിച്ചു വിട്ടുകൊണ്ട് 18 വർഷത്തെ കെന്തനം അഴിച്ച കർത്താവെ ഇന്ന് രാത്രി സൗഖ്യം നടക്കട്ടെ. നാളുകളായുള്ള കെട്ടുകൾ അഴിക്കുന്ന ദൈവകൃപ വ്യാപരിക്കട്ടെ. പ്രൈസ് ഗോഡ്. ബെഥസ്ദ കുളക്കളത്തിൽ കുളക്കരയിൽ 38 വർഷമായിട്ട് കിടപ്പല്ല കിടത്തിയിട്ടേക്കുക. അവൻ്റെ പാപങ്ങളുടെ ബന്ധനം കൊണ്ട് അവനെ കെട്ടിയിട്ടിരിക്കുമ്പോൾ, ആ കെട്ടഴിക്കാൻ ഒരുത്തനും സാധിക്കാതിരിക്കുമ്പോൾ, അവൻ സ്വയം വിചാരിച്ചാൽ നടക്കാതിരിക്കുമ്പോൾ, 38 വർഷം വിചാരിച്ചിട്ട് ഒന്നും നടക്കാതിരിക്കുമ്പോൾ, അവൻ്റെ പാപങ്ങളെ ക്ഷമിക്കാൻ കഴിവുള്ള, അവൻ്റെ പാപബന്ധനം അഴിക്കാൻ കഴിവുള്ള നസ്രയനായ യേശുവിൻ്റെ പ്രത്യക്ഷത ഒരൊറ്റ ദിവസം കൊണ്ട്, ഒറ്റ മിനിറ്റ് കൊണ്ട് 38 വർഷത്തെ വിഷയത്തെ എഴുന്നേൽപ്പിച്ച് നടത്തിയെങ്കിൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 38 വർഷം അവൻ കിടക്കുകയല്ലായിരുന്നു. മനസ്സിലാക്കണം നിങ്ങൾ, 38 വർഷം അവൻ കിടക്കുകയല്ലായിരുന്നു, അവനെ കിടത്തിയിട്ടതാ. എന്നാൽ കിടത്തിയവനെ മാറ്റി നിർത്തിയിട്ട് മാറണ എന്ന് പറഞ്ഞ് എൻ്റെ മകനെ ഞാൻ എഴുന്നേൽപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അധികാരമുള്ളവൻ കടന്നു വന്നപ്പോൾ വിട്ടുപോയി 38 വർഷം ബന്ധിച്ചിട്ടിരുന്ന ശത്രുവിന്റെ ബന്ധനങ്ങൾ അറുത്തു മാറ്റിക്കൊണ്ട് ആമേൻ ദൈവം പ്രവർത്തിച്ചതുപോലെ ഇന്ന് പകല് നിന്റെ വീട്ടില്, നിന്റെ കുടുംബത്തില്, നിന്റെ വിഷയങ്ങളില് ആമേൻ എത്ര നാളായെന്ന് എനിക്ക് അറിയത്തില്ല, കെട്ടിയ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ. 2014 ഒരു ബന്ധനം അഴിയുന്ന, അവൻ കെട്ടുകൾ അഴിയുന്ന, കൈകൾ സ്വതന്ത്രമാകുന്ന, കൈകൾ കൊട്ടവിട്ടൊഴിഞ്ഞ് സ്വതന്ത്രമാകുന്ന യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്ന യോസഫ് ഫറവോന്റെ മുമ്പിൽ നിന്നപ്പോൾ 30 വയസ്സായിരുന്നു. ആമേൻ. മിസ്രൈമിൽ എത്തിയപ്പോൾ 17 വയസ്സായിരുന്നു. പ്രൈസ് ഗോഡ്. 17 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെ 13 വർഷത്തെ പ്രശ്നം പരിഹരിച്ചത് എന്നാ? ബുൾഡോസർ അല്ല, നിയമങ്ങളല്ല, പ്രൈസ് ഗോഡ്, കോടതിയല്ല, പോലീസല്ല, മനുഷ്യന്റെ പ്രയത്നമല്ല, യന്ത്രങ്ങളുടെ പ്രയത്നമല്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരൊറ്റ സ്വപ്നമാണ്.
ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒരു സ്വപ്നം മതി നിന്റെ വിഷയത്തിന് മാറ്റം വരുത്താൻ. നാളുകളായി നിന്റെ മനസ്സിൽ മറഞ്ഞു കിടക്കുന്ന ആഗ്രഹങ്ങളെ, സ്വപ്നമായി മാറ്റി കിടന്ന വിഷയങ്ങളെ, ആ സ്വപ്നത്തിന്റെ സാഫല്യീകരണത്തിലേക്ക്, സ്വപ്നത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ ഒരൊറ്റ സ്വപ്നം മതി. കാണേണ്ടവൻ അത് കണ്ടു കഴിയുമ്പോൾ നിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകും. യോസഫേ, മനസ്സിലായോ? നമുക്ക് ഒത്തിരി സ്വപ്നമുണ്ട്, പക്ഷെ ഇതൊക്കെ പേക്കിനാവായിട്ട് കിടക്കുക. വലിയ ആഗ്രഹമുണ്ട്, വലിയ വലിയ പ്രതീക്ഷകളുണ്ട്, പക്ഷെ ഇതൊന്നും അങ്ങ് നടക്കുന്നില്ല, ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നീ എന്ത് ചെയ്യണമെന്നറിയാമോ? നീ കാരാഗ്രഹത്തിലാണെങ്കിലും വിശ്വസ്തനായി നിൽക്ക്, പോത്തിഫറിന്റെ വീട്ടിലാണെങ്കിലും വിശ്വസ്തനായി നിൽക്ക്, നീ എവിടെയാണെങ്കിലും വിശ്വസ്തനായി നിൽക്ക്, നീ നിൽക്കുന്ന സ്ഥലത്ത് വിശ്വസ്തനായി നിൽക്ക്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കത്തക്കവണ്ണം ദൈവം ചില സ്വപ്നങ്ങളെ അയക്കണ്ടടുത്തയക്കും. ദൈവത്തിന്റെ ഇടപെടലുകൾ ഈ നാളുകളിൽ നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ വ്യക്തിത്വത്തിന് വേണ്ടി. ആമേൻ, പ്രൈസ് ഗോഡ്. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ ഉറപ്പ് പ്രാപിക്കാനാണ് ആരാധനയ്ക്ക് വന്നിരിക്കുന്നത്. ദൈവത്തെ ആരാധിച്ച് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഈ ഒരു ഉറപ്പ് വേണം. പ്രൈസ് ഗോഡ്. എന്തുവെന്നറിയാമോ? ഇന്ന് ഞാൻ ദൈവത്തെ ആരാധിച്ചു, എൻ്റെ സങ്കടം അവൻ്റെ മുന്നിൽ പകർന്നു, അവനെ ആരാധിച്ചു, ഇനി അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുകയാണ്. അവൻ ഈ ബലത്തോടെ പോകാം, ഈ ബലത്തോടെ പോകാം, ഈ ബലത്തോടെ പോകാം. യഹോവ ഗിദെയോനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈ ബലത്തോടെ പോകാം. ഇന്ന് പകൽക്കാലം ഒരു ബലം പ്രാപിച്ച് മടങ്ങി പോകാൻ ആഗ്രഹിക്കുന്നവർ സ്വതന്ത്രം പറഞ്ഞാട്ടോ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരു ബലം പ്രാപിച്ചു പോകാൻ ഒരാഗ്രഹം, അത് ഉള്ളിൽ നിന്ന് വരുമ്പോൾ ദൈവം നിന്നോട് സംസാരിക്കും. ആവശ്യബോധത്തോടെ ഇരിക്കുന്നവനോട് ദൈവം സംസാരിക്കത്തുള്ളൂ. എല്ലാം തികഞ്ഞങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ ദൈവത്തിന് പിന്നെ നിറയ്ക്കാനൊന്നുമില്ല. പാത്രം നിറഞ്ഞാൽ പിന്നെ ആരൊഴിക്കാനാ? കാലിപ്പാത്രവും കൊണ്ടുപോവാ, ദൈവം നിന്നെ നിറയ്ക്കും. നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന അനുഭവത്തിൽ അങ്ങ് ഇരുന്നാൽ നടക്കുകയല്ല. ഇത് ദൈവം നിറയ്ക്കണമെങ്കിൽ നിന്റെ ശൂന്യതയിലാണ് ദൈവം പണിയുന്നത്. പ്രൈസ് ഗോഡ്. ഇതൊക്കെ എത്ര കേട്ടതാന്നുള്ള ഭാവത്തിലൊന്ന് ഇരുന്ന് നോക്കിയേ. വന്ന പോലെ പോകും, മുഴിഞ്ഞു പോകും, ഒന്നുകൂടെ ക്ഷീണിച്ചു പോകും. എന്നാൽ കർത്താവ് ഇന്ന് എന്നോട് നീ സംസാരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്ന് നോക്കിയേ. ദൈവം എന്നോട് ഇടപെട്ടിട്ടുള്ളതുകൊണ്ടായി പറയുന്നത്. ഒരു ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ എന്നോട് ദൈവം ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഒന്ന് ഇരിക്കാനുള്ളൊരു മനസ്സ് ോ അവനെയൊക്കെ നിറച്ചേ ദൈവം അയച്ചിട്ടുള്ളൂ. എല്ലാം തികഞ്ഞ ഭാവത്തില് ഇരിക്കാനല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവമേ, ഞാൻ പൊടിയാണ്, ഞാൻ ഒന്നുമില്ലാത്തവനായി നിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്നു, എന്നെ നിറയ്ക്കണമേ. ആമേൻ. അപ്പൊ കർത്താവ് ഒന്ന് നോക്കണം എന്നെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ ഞായറാഴ്ച വളരെ വേദനയോടുകൂടി ആലയത്തിലേക്ക് പോയി. അന്ന് ഞാൻ പാസ്റ്ററല്ല. ചിലർക്കൊക്കെ പാസ്റ്ററാകുമ്പോഴേ ഉശിര് വരത്തുള്ളൂ, അല്ലാത്തപ്പോൾ ഒന്നുമില്ല. ശുശ്രൂഷ ഉണ്ടെങ്കിൽ ചവിട്ടി പൊട്ടിച്ച് ഭയങ്കര ബഹളമാണ്, ഇല്ലെങ്കിൽ അനക്കമില്ല. ഞാൻ പാസ്റ്ററല്ല, ഞാനൊരു വിശ്വാസിയാണ്. പക്ഷെ എൻ്റെ പ്രശ്നം എനിക്കറിയാം, ആരാധനയിൽ എൻ്റെ ദൈവം എന്നെ വിടുവിക്കും. 6 ദിവസം ചുറ്റി നടന്ന് 7-ാം ദിവസം ചുറ്റി നടക്കുമ്പോൾ പ്രശ്നമുള്ളവനെ വിടുവിക്കാൻ കഴിവുള്ള ദൈവമുണ്ടെന്ന് മനസ്സിലാക്കി അവന് സ്തോത്രം ചെയ്ത് ആരാധിച്ചാൽ ദൈവം നിന്നെ കൈവിടത്തില്ല. മനസ്സിലായോ? ദൈവം കൈവിടത്തില്ല. അന്ന് ഈ ഗിദെയോന്റെ ഭാഗം എന്നോട് സംസാരിച്ചു. ഞാൻ ആ ബലത്തോടെ വീട്ടിലോട്ട് പോയി. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അന്ന് രാത്രി 8:30 മണിയായപ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഇവിടുത്തെ ഏറ്റവും ശക്തമായ യൂണിയന്റെ നേതാവ് എൻ്റെ വീട്ടിൽ വന്നു. ഞാൻ ഒന്നും ചെയ്തില്ല. നമ്മൾ വായിച്ചിട്ടുണ്ടാ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 14-ാമല്ലേ? അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോകാം, നിന്റെ ഈ ബലത്തോടെ പോകാം. പ്രൈസ് ഗോഡ്. അങ്ങനെ പോയിട്ട് ദൈവത്തിന് സ്തോത്രം നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവർ പാളയത്തിന്റെ ചുറ്റും ഓരോരുത്തൻ താന്താന്റെ നിലയിൽ തന്നെ. 14 എത്ര വാക്യം? അവർ വാക്യം പറഞ്ഞു 7:21. അവർ പാളയത്തിന്റെ ചുറ്റും ഓരോരുത്തൻ താന്താന്റെ നിലയിൽ തന്നെ നിന്നു. ദൈവമക്കളെ, നീ ഓടണ്ട, നീ പരക്കം പായണ്ട.
ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നീ നിന്റെ നിലയിൽ തന്നെ അങ്ങ് നിന്നാൽ മതി. പായണ്ടവൻ പാഞ്ഞോളും. പ്രൈസ് ഗോഡ്. ശരിയല്ലേ? ഹല്ലേലൂയ. എന്നെ ബലപ്പെടുത്തിയ വാക്യം അതാണ്. ഞാൻ തീരുമാനിച്ചു, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ, എൻ്റെ ദൈവമേ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. ഇന്ന് പകൽ നിനക്കൊന്നും ചെയ്യാൻ കഴിയാത്ത വിഷയങ്ങളുമേ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. ദൈവമേ നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ, നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. യേശുവേ നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. ഒരു മനുഷ്യനും എനിക്ക് വേണ്ടി പ്രവർത്തിക്കണ്ട. 32,000 വേണ്ട, 300 ആയാലും ഒരു കുഴപ്പവുമില്ല. കടൽപ്പുറത്ത് മണൽ പോലെ അസംഖ്യമായി ചെതറിക്കിടക്കുന്ന മിദ്യാന്യ പാളയത്തിലേക്ക് എൻ്റെ കർത്താവിൻ്റെ വചനത്തിൻ്റെ ബലത്തിൽ ഞാൻ ഇറങ്ങിച്ചെല്ലാൻ പോകുകയാണ്. എൻ്റെ കൂടെ ഉള്ളത് എനിക്ക് വിഷയമല്ല. മാത്രമല്ല പ്രൈസ് ഗോഡ്, എല്ലാവരും ആ നിലയിൽ തന്നെ നിൽക്കുക. ആർക്കും ഒന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. കടൽപ്പുറത്തെ മണൽ പോലെ അസംഖ്യമായി ചെതറിക്കിടക്കുന്ന മിദ്യാന്യ സൈന്യം, അതിൻ്റെ നേരെ ഈ 300 പേർ എന്തോ ചെയ്യാനാ? ഇനി 300 പേരുടെ കയ്യിലുള്ളത് തന്നെ കൊടവും പന്തവും കാഹളവും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. വേറെ ഒന്നുമില്ല, ഒരു കൊച്ചു വിച്ചാത്തി പോലുമില്ല. എന്നാലൊരു സത്യം ഞാൻ പറയാം, നിന്റെ കയ്യിലുള്ള കുടവും നിന്റെ കയ്യിലുള്ള പന്തവും നിന്റെ കയ്യിലുള്ള കാഹളവും എൻ്റെ ദൈവത്തിന് മതി. അവൻ പ്രവർത്തിക്കാൻ പോകുകയാണ്. യേശു പ്രവർത്തിക്കാൻ പോകുകയാണ്. കർത്താവ് പ്രവർത്തിക്കാൻ പോകുകയാണ്. നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കാൻ പോകുകയാണ്. നീ നിൽക്കേണ്ടടുത്ത് നിന്നാൽ മതി. നീ നിൽക്കേണ്ടടുത്ത് നിന്നാൽ മതി. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെ നീ ഉന്മേഷം പ്രാപിക്കും. ഐ വിൽ റിക്കവർ മൈ സ്ട്രെങ്ത്, അല്ലേ? അങ്ങനെ നമ്മൾ ഉന്മേഷം പ്രാപിക്കും. രാത്രി 8 മണിക്ക് ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞെന്നറിയാമോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്ത് വേണേ ചെയ്തോ, ഞങ്ങളെല്ലാം പുറകിലുണ്ട്. ഞങ്ങൾ ഒരു കാര്യത്തിൽ ഇടപെടത്തില്ല. വാട്ട് എവർ യു വാണ്ട് യു ഡു ഇറ്റ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിന്റെ കയ്യിൽ ദൈവത്തിന് സ്തോത്രം അധികാരമുണ്ടായിട്ടും കാര്യമില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ആയുധങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല, സൈന്യങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല. ശൗലേ, നീ മാറി നിൽക്കേണ്ടി വരും, ഓടിപ്പോകേണ്ടി വരും. എന്നാലും ഒരായുധവും വേണ്ട, അവൻ ഒരാളും കൂടെ വേണ്ട. കൂടെയുള്ള ചേട്ടന്മാർ പോലും എതിരായിക്കൊള്ളട്ടെ. ദാവീദേ, നീ ഒറ്റയ്ക്ക് നിന്നാൽ മതി. നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി, നിന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി, അവൻ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ മതിയായതാണ്. ഇന്ന് പകൽക്കാലം എൻ്റെ മേൽ ഒരു അഭിഷേക ശക്തി പകർന്നിട്ടുണ്ടെന്ന്, എൻ്റെ മേൽ ഒരു അഭിഷേകത്തിന്റെ ശക്തി പകർന്നിട്ടുണ്ടെന്ന് വിശ്വാസമുള്ളവർ കരമുയർത്തിയ ദൈവത്തെ സ്തുതിച്ചാരാധിച്ചാട്ട് ഈ ശക്തി മതി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാനിവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിന് മുമ്പേ ഉന്മേഷം പ്രാപിക്കേണ്ടതിന്, പ്രൈസ് ഗോഡ്, നമ്മുടെ ഈ വർഷത്തിൽ ഹല്ലേലൂയ ഇനി ഒരൊറ്റ ഞായറാഴ്ചയും കൂടെ ഉള്ളൂ. ഒരു കാര്യം ദൈവത്തോട് പറയണം, കർത്താവേ ഞാനൊന്ന് ഉന്മേഷം പ്രാപിക്കണം, ഞാനൊന്ന് ഉന്മേഷം പ്രാപിക്കണം. എൻ്റെ നഷ്ടപ്പെട്ട ചില ശക്തികൾ, നഷ്ടപ്പെട്ട ചില വിഷയങ്ങൾ, നഷ്ടപ്പെട്ട ചില ആരോഗ്യം, നഷ്ടപ്പെട്ട സമ്പത്ത്, നഷ്ടപ്പെട്ട സമാധാനം, നഷ്ടപ്പെട്ട സന്തോഷം എനിക്ക് തിരികെ കിട്ടണം. ഇന്ന് ഞാൻ ഉന്മേഷം പ്രാപിച്ചേ പോകത്തുള്ളൂ. ഇന്ന് ഞാനൊരു ഉന്മേഷം പ്രാപിച്ചേ പോകത്തുള്ളൂ. കർത്താവിനോട് പറ, കർത്താവേ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഒരു വചനം മതി. ശതാധിപൻ പറഞ്ഞു, നീ എന്റെ പുരക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഒരു വാക്ക് നീ കൽപ്പിച്ചാൽ മതി. ഇന്ന് പകൽക്കാലം ആ വാക്ക് നിനക്ക് വേണ്ടി ദൈവം കൽപ്പിക്കട്ടെ, യേശു കൽപ്പിക്കട്ടെ. പ്രൈസ് ഗോഡ്. ആ ഒരു നോട്ടം, അങ്ങനത്തെ ഒരു നോട്ടമാണ് നമുക്ക് വേണ്ടത്. എന്നാൽ ദാവീദിനെ നോക്കിയ നോട്ടം അങ്ങനത്തെ ഒരു നോട്ടം അല്ലായിരുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഈ ദൈവം നോക്കരുത്, ദൈവം കാണരുത് എന്നൊക്കെ മനുഷ്യൻ ചിന്തിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം. യഹോവയായ ദൈവം വെയിൽ അറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. കണ്ടോ? ദൈവം കാണാതിരിക്കാനായിട്ട് ആഗ്രഹം വരുന്നത് എപ്പോഴാണെന്നറിയാമോ? അനുസരണക്കേട് കാണിക്കുമ്പോൾ, പാപം ചെയ്യുമ്പോൾ, ദൈവത്തിനെതിരായി പോകുമ്പോൾ, ദൈവം പറഞ്ഞത് അനുസരിക്കാതിരിക്കുമ്പോൾ, ആശയപരമായി ദൈവമായിട്ട് തെറ്റുമ്പോൾ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.
അങ്ങനെ ജീവിതത്തിൽ പാപം കടന്നുകൂടുമ്പോൾ നിനക്ക് ദൈവസന്നിധി നിൽക്കാൻ സാധിക്കത്തില്ല. ഞാൻ പറയട്ടെ, പാപത്തിൻ്റെ കൂടെ കഷ്ടവും കൂടെ വന്നാൽ, ആലോചിച്ച് നോക്കണം, പാപത്തിൻ്റെ കൂടെ കഷ്ടവും കൂടെ വന്നാൽ, പാപം മാത്രം വന്നാൽ മതി ദൈവസന്നിധി നിൽക്കത്തില്ല. പാപത്തിൻ്റെ കൂടെ കഷ്ടവും കൂടെ വന്നാൽ ആ അരിഷ്ടതയിലും വിളിച്ചു പറയും, എന്നെ നോക്കല്ലേ. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ നോട്ടം സഹിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ അതിനപ്പുറത്ത് ആ പാപത്തിൻ്റെ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, വേറൊരു പ്രത്യാശയുണ്ട്. ഇന്നത്തെ സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ സ്തോത്രം 39 സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യം, എന്നാൽ കർത്താവേ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു, എന്റെ പ്രത്യാശ നിങ്ങൾ വെച്ചിരിക്കുന്നു. എന്റെ പ്രത്യാശ നിങ്ങൾ വച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദാവീദിന് കഷ്ടതയും പ്രയാസവും പ്രതികൂലവും ഉണ്ടെങ്കിലും ദൈവത്തിന് സ്തോത്രം, ദൈവം നോക്കുമ്പോൾ നേരെ നിൽക്കാൻ സാധിക്കാത്ത അനുഭവമാണെങ്കിലും ദാവീദ് പറയുകയാണ്, കർത്താവേ, എനിക്കൊരു പ്രത്യാശയുണ്ട്, അത് ഞാൻ നിങ്ങൾ വയ്ക്കുകയാണ്. എന്തുവെന്നറിയാമോ? എൻ്റെ പാപങ്ങളെ നീ ക്ഷമിക്കും, എൻ്റെ കുറ്റങ്ങളെ നീ ക്ഷമിക്കും, നീ വീണ്ടും എന്നെ യഥാസ്ഥാനപ്പെടുത്തും, എൻ്റെ ശക്തി എനിക്ക് മടക്കിത്തരും, എൻ്റെ സ്ട്രെങ്ത് എനിക്ക് മടക്കിത്തരും, നഷ്ടപ്പെട്ട എൻ്റെ ശക്തി എനിക്ക് മടക്കിത്തരും. പ്രൈസ് ഗോഡ്. നിലവിളിച്ച് കരഞ്ഞാൽ തരുന്നൊരു ദൈവമാണെന്ന് വേദപുസ്തകം പറയുമ്പോൾ ഇന്ന് പകൽക്കാലം കർത്താവേ, എനിക്ക് ഞാൻ ഉന്മേഷം പ്രാപിക്കേണ്ടതിന് എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടി ഇന്ന് ദൈവം ഉന്മേഷം പകരും. പ്രൈസ് ഗോഡ്. എനിക്ക് വളരെ വളരെ സന്തോഷവും അതുപോലെ മനപ്രയാസവും ഉണ്ടായ ഒരു ഭാഗമാണ് ശിംശോന്റെ അവസാന ദിവസം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ശിംശോൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എന്നറിയാമോ? ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. ആമേൻ. ശിംശോൻ 2 ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി, ചെമ്പ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി, കണ്ണ് 2 കുത്തിപ്പൊട്ടിച്ചു. പ്രൈസ് ഗോഡ്. കിടക്കുക. പെട്ടെന്ന് കാരാഗൃഹത്തിൽ ചെന്ന് ശിംശോനെ വിളിച്ചുകൊണ്ട് വന്നു. എന്തിനാണെന്നറിയാമോ? ദാഗോന്റെ ഉത്സവം നടക്കുകയാണ്. അവിടെ പ്രഭുക്കന്മാരുടെയും അവരുടെ ഭാര്യമാരുടെയും മുൻപിൽ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു കളിക്കാൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന് സ്തോത്രം. മാവ് പൊടിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് നിന്ന് ശിംശോനെ, എഴുന്നേക്ക്, ഒരു പണിയുണ്ട്, വാ, വിളിച്ചുകൊണ്ട് പോവുക. പ്രൈസ് ഗോഡ്. എങ്ങോട്ട് കൊണ്ടുപോയെന്നറിയാമോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ മുമ്പിൽ കളിക്കേണ്ടതിന് ശിംശോനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞ് പ്രഭുക്കന്മാരും അവൻ്റെ കുടുംബങ്ങളും പ്രൈസ് വിളിച്ച സ്ഥാനത്തേക്ക് ശിംശോനെ കൊണ്ടുപോവുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ചെമ്പ് ചങ്ങലാൽ ബന്ധിക്കപ്പെട്ട ശിംശോൻ എന്ത് കളിയായിരിക്കും അവരുടെ മുമ്പിൽ കളിച്ചിട്ടുള്ളത്? ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. പണ്ടൊരിക്കൽ എടപ്പള്ളിപ്പള്ളി പെരുന്നാളിന് പോയപ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ, ഒരു മനുഷ്യൻ ദൈവത്തിന്റെ ഒരു ടെന്റിനകത്ത് പ്രൈസ് ഒരു കുരങ്ങനെയും കൊണ്ട് വന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അന്ന് ഒരെണ്ണ കൊടുത്താൽ, ഈ 4 കൊടുത്താൽ ഈ കുരങ്ങനെ കയറി കാണാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞങ്ങൾ ഈ ആൾക്കൂട്ടം കണ്ട് കയറിയപ്പോൾ കണ്ട കാര്യം എന്നറിയാമോ? കുരങ്ങൻ്റെ അരയിലൊരു ചങ്ങലയുണ്ട്. പ്രൈസ് ഗോഡ്. ഈ ചങ്ങലയുടെ അറ്റം പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ സ്തോത്രം പറയും, ചാടിക്കളിക്കടാ കൊച്ചിരാമ, ആടിക്കളിക്കടാ കൊച്ചിരാമ, ഇങ്ങനെ ഓരോന്നും പറയുമ്പോൾ കുരങ്ങൻ ഇങ്ങനെ ചാടുക. പ്രൈസ് ഗോഡ്. കാശ് മേടിക്കുന്നത് മറ്റവൻ, ചാടുന്നത് കുരങ്ങൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഞാൻ ചിന്തിക്കുകയാണ്, ആമേൻ, ഇസ്രായേലിലെ മോമൻ അഭിമാനമായിരുന്ന സൂര്യനെ പോലെ പ്രകാശമുള്ള ശിംശോൻ എന്ന് പറഞ്ഞാൽ സൂര്യ തേജസ്സുള്ളവൻ, സൂര്യനെ പോലെ തേജസ്സുള്ളവനെന്ന അർത്ഥം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു കഴുതയുടെ താടിയെല്ലുകൊണ്ട് ആ കുന്ന് 2 എന്നിങ്ങനെ 1000 പേരെ സംഹരിച്ച ശിംശോൻ ഇപ്പൊ ചാടിക്കളിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഒടുവിൽ ഹല്ലേലൂയ, അവർ ആനന്ദത്തിലായപ്പോൾ കളിക്കാൻ കൊണ്ടുവരാൻ പറഞ്ഞു, വരുത്തി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒടുവിൽ അവനെ കളിപ്പിച്ച് അവൻ തൂണുകളുടെ ഇടയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, ആമേൻ, ശിംശോൻ തന്നെ കൈക്ക് പിടിച്ച ബാല്യക്കാരോട് ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. ആമേൻ. ഞാൻ ചാരി ഇരിക്കേണ്ടതിന് ഒന്ന് തപ്പി നോക്കട്ടെ, കണ്ടില്ല. ആമേൻ. എന്നിട്ട് ആ തൂണിന്റെ 2 തൂണിലോട്ടും ഇങ്ങോട്ട് പിടിച്ചു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. അടുത്ത വാക്യം വായിച്ചേ. അപ്പോൾ ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു. 16:28. അപ്പോൾ ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ. ദൈവമേ, ഞാൻ എൻ്റെ 2 കണ്ണിനും വേണ്ടി ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഞാൻ ഇവിടെ നിന്ന് പോയി
ഇല്ലാതാകുന്നതിന് മുമ്പ് ഒരു ഉന്മേഷം പ്രാപിക്കണം. ശിംശോൻ ദൈവം കൊടുത്തത് മുഴുവൻ കുട്ടിച്ചോറാക്കി, എല്ലാം നശിപ്പിച്ചു. ശത്രുവിൻ്റെ ബന്ധനത്തിലിരുന്ന് അവസാന ദിവസത്തിൽ ഒറ്റ പ്രാർത്ഥന, കർത്താവേ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ. കർത്താവ് കേട്ടു. അവൻ്റെ മേൽ അമാനുഷമായ അഭിഷേകത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ശിംശോന്റെ 2 കൈയിന്മേലും വന്നു. അവൻ ശിംശോന്റെ പ്രാർത്ഥന കേട്ട് ശക്തി അയച്ച ദൈവത്തിന് ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തില് നിന്ദിക്കപ്പെട്ട് കിടക്കുന്ന അവസ്ഥയില് നിന്റെ 2 കണ്ണും കുത്തിപ്പൊട്ടിച്ചതുപോലെ അതിനേക്കാൾ പ്രയാസപ്പെട്ട അവസ്ഥയിൽ എത്തിച്ച ശത്രുവിന്റെ നേരെ അവൻ ബലത്തോടെ അവനെ പ്രൈസ് ഗോഡ് കൈകാര്യം ചെയ്യാൻ ആവശ്യമായ ശക്തി, കൈകാര്യം ചെയ്യാൻ ആവശ്യമായ ഉന്മേഷം ഇന്ന് പകരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ശിംശോൻ അതിനു മുമ്പ് ചെയ്തതുപോലെ ഈ ചെമ്പ് ചങ്ങല പൊട്ടിക്കാൻ ഒരുപാട് വലിച്ചു കാണും, ഒരുപാട് കുടഞ്ഞു കാണും, ഒരുപാട് ശ്രമിച്ചു കാണും. മനസ്സിലായി ഇതെല്ലാം പ്രൈസ് ഗോഡ് ഇനി എനിക്ക് പൊട്ടിക്കാൻ സാധ്യമാകാതെ വണ്ണം എൻ്റെ ശക്തി മുഴുവൻ ചോർന്നു കഴിഞ്ഞു. പ്രൈസ് ഗോഡ്. എന്നാൽ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഒരൊറ്റ പ്രാർത്ഥന അവൻ്റെ ശക്തി അവൻ്റെ കരങ്ങളിലേക്ക് മടങ്ങി വന്നു, അവൻ്റെ ശരീരത്തിലേക്ക് മടങ്ങി വന്നു. ഇന്ന് പകൽക്കാലം ഞാൻ പോയി ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിനക്കൊരു ഉന്മേഷം പ്രാപിക്കുവാൻ 2015 നിന്നെ നേരിടുന്ന ശത്രുവിനെ കൈകാര്യം ചെയ്യത്തക്കവണ്ണം ഒരു ഉന്മേഷം പ്രാപിക്കുവാൻ പ്രാർത്ഥന കൊണ്ട് സാധിക്കും. ജീസസ് 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 ജീസസ്. ആമേൻ. അതുകൊണ്ടാണ് ആമേൻ ഇനി തുടർന്നുള്ള നാളുകളിൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവസഭ ഫെയ്ത്ത് സിറ്റി ചർച്ച് മുന്നോട്ട് പോകണമെന്ന് ഞാൻ പറയുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്, ഞാൻ സമ്മതിച്ചു. പക്ഷെ ആ പ്രാർത്ഥന പോരാ, കുറച്ചുകൂടെ ശക്തമായൊരു പ്രാർത്ഥനാ വലയം, ഒരു പ്രാർത്ഥന അന്തരീക്ഷം ഇതിനകത്തുണ്ടാകണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എങ്ങനെയൊക്കെ ഇവിടെ പ്രാർത്ഥന നടക്കുമോ അങ്ങനെ എല്ലാം പ്രാർത്ഥന നടന്നേ പറ്റൂ. അവൻ ഞായറാഴ്ച ഒരു ദിവസത്തെ പ്രാർത്ഥന മാത്രം പോരാ, എല്ലാ ദിവസവും ഇവിടെ പ്രാർത്ഥന നടന്നേ പറ്റുമെന്ന് അവൻ താല്പര്യമുള്ളവര്, അറിവുള്ളവര്, കാഴ്ചപ്പാട് ലഭിച്ചവര് എങ്കിൽ മാത്രമേ പ്രൈസ് ഗോഡ് വരും കാലങ്ങളിലുള്ള ശത്രുവിന്റെ പ്രവർത്തനങ്ങളുടെ മേൽ ദൈവകൃപ വ്യാപരിച്ചുകൊണ്ട് അഭിഷേകത്തിന്റെ ശക്തിയോടെ നമുക്ക് നിൽക്കാൻ സാധിക്കൂ എന്ന് ചിന്തിക്കുന്നവർ സ്തോത്രം ചെയ്യാമോ? യെസ്. പ്രാർത്ഥന കൊണ്ട് യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. കോട്ടകളെ കീഴടക്കത്തക്കവണ്ണം, ശത്രുവിന്റെ ചങ്ങലകളെ പൊട്ടിക്കത്തക്കവണ്ണം, ബന്ധനങ്ങളെ അഴിക്കത്തക്കവണ്ണം, അടഞ്ഞ വാതിലുകളെ തുറക്കത്തക്കവണ്ണം. ആമേൻ. അങ്ങനെയുള്ളൊരു പ്രാർത്ഥന ഈ നാളുകളിൽ ഉയർന്നേ പറ്റൂ. ഈ ചിലരുടെ വിഷയങ്ങൾക്കൊക്കെ ഒരു നീക്കവും വരത്തില്ല, ഒരു കാര്യവും നടക്കുന്നില്ല. ബിറ്റ്വീൻ കപ്പ് ആൻഡ് ലിപ്സ്. അടുത്ത് പോകും. എന്താണെന്നറിയാമോ? ഈ ഉറക്കം തൂങ്ങി ആർക്കാണ്ടോ ഓക്കാനിച്ചുകൊണ്ട് അങ്ങ് ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒക്കെ അങ്ങ് വന്നിരിക്കും. പ്രൈസ് ഗോഡ്. ചാരാവുന്നതിൻ്റെ മാക്സിമം ഈ വണ്ടിയിലൊരു സീറ്റിൻ്റെ പുറകിലൊരു ലിവർ ഉണ്ടല്ലോ, അതങ്ങോട്ട് അനക്കി കഴിഞ്ഞ് എത്ര ചാരാമോ അത്രയും പോകും. ഇരിക്കുന്നത് അങ്ങോട്ട് പ്രൈസ് ഗോഡ്. ഇനി അത് പുറകോട്ട് പോകത്തില്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ്. അങ്ങോട്ട് ചാരി കാലങ്ങോട്ട് നീട്ടി കോട്ടുവായി വിട്ട് ആ വായിക്കാതെ രണ്ട് ഇത് അടിച്ചോണ്ടെങ്കിൽ ഇരുന്നാൽ ആ ഇരിക്കുക അല്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയാം. ജീവനുള്ള ദൈവത്തെ ജീവനുള്ളവരെ പോലെ ഊമരും ചെകിടരും അവനെ ആരാധിക്കുമ്പോൾ, സംസാരിക്കാൻ കഴിവില്ലാത്തവർ ചെകിടന്മാർ അവനെ ആരാധിക്കുമ്പോൾ, ഞാനും എൻ്റെ ദൈവത്തെ ആമേൻ ഹല്ലേലൂയ ആരാധിക്കുന്നതിൽ പിശുക്ക് കാണിക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഈ ചില പിള്ളേർ പഠിക്കാനിരിക്കുന്ന പോലെയാണ്. അമ്മ അടുക്ക ഇരിക്കും പഠിപ്പിക്കാൻ. കൊച്ചു പഠിക്കാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ കൊച്ചു തൂങ്ങാൻ തുടങ്ങും. ഉടനെ തലക്കൊരു തട്ട്. അപ്പോൾ പിന്നെ എഴുന്നേക്കും. പിന്നെ വായന തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും തൂങ്ങാൻ തുടങ്ങും. പിന്നെ ഒരു തട്ട്. ഇങ്ങനെ തട്ടി എണീപ്പിക്കുന്നവൻ പരീക്ഷയ്ക്ക് ജയിക്കും? എനിക്കത്തില്ല. പ്രൈസ് ഗോഡ്. ചിലരൊക്കെ ആരാധിച്ചങ്ങ് കുഴയുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. പ്രൈസ് ഗോഡ്. ഈ ആകാശത്തൂടെ പറക്കുന്ന പരുന്ത്, ആകാശത്തൂടെ പറക്കുന്ന കാക്ക, ആകാശത്തൂടെ പറക്കുന്ന ഇരട്ടത്തലച്ചി, ഏത് പക്ഷിയും ആയിക്കൊള്ളട്ടെ, പ്രൈസ് ഗോഡ്, പറക്കുമ്പോൾ കുഴഞ്ഞാൽ താഴെ വീഴും.
ആരാധനയുടെ ഇടയ്ക്ക് കുഴഞ്ഞാൽ നിനക്ക് നിലനിൽപ്പില്ലെന്ന് മനസ്സിലാക്കിക്കോണം. 5 മിനിറ്റ് കൈയടിച്ചു വെച്ചും 5 മിനിറ്റ് സ്വതന്ത്രം പറഞ്ഞേച്ചും പിന്നെ ക്ഷീണം മാറാൻ വേണ്ടി കിടക്കുന്ന ഒരു പരിപാടിയല്ലേ ആരാധന. ആരാധന തുടങ്ങിയാൽ അവസാന നിമിഷം വരെയും ആമേൻ ദൈവശക്തി കൊണ്ട് നിറയപ്പെട്ട്, ദൈവകൃപയാൽ നിറയപ്പെട്ട്, പരിസരം മറന്ന് ആമേൻ ഹല്ലേലൂയ തള്ളയാടുകളെ മേയ്ക്കുന്ന അനുഭവത്തിൽ നിന്ന് എന്നെ വിളിച്ചു വേർതിരിച്ച എൻ്റെ ദൈവത്തിന്റെ മുൻപിൽ ഞാൻ ഇനിയും എന്നെ തന്നെ താഴ്ത്തി നൃത്തം ചെയ്ത് ആരാധിക്കും. ആമേൻ. ചിലരൊക്കെ വല്ലവർക്കും വേണ്ടിയാണ് ഈ പരിപാടിയൊക്കെ നടത്തുന്നത്. നിനക്ക് വേണ്ടി നടത്തിയ ഗുണമുണ്ട്. പക്ഷേ വല്ലവർക്കും വേണ്ടി ആരും ആരാധിക്കാൻ ചെയ്യും നോക്കല്ലേ. എനിക്ക് ദൈവത്തെ ആരാധിക്കണം, എനിക്കെൻ്റെ ദൈവത്തെ സ്തുതിക്കണം. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്ക. ഈ 7-ാം ദിവസം നീ ആർപ്പിടുമ്പോൾ, നിനക്ക് അപ്രാപ്യമായി അടച്ചു വെച്ചിരിക്കുന്ന യെരിഹോ പട്ടണത്തിന്റെ മതിലുകൾ ഇടിഞ്ഞു മാറും. ആമേൻ. പ്രൈസ് ഗോഡ്. ഞാൻ എൻ്റെ അനുഭവം പറയാം. ഇത്രയും നാളത്തെ അനുഭവത്തിൽ നിന്ന് പറയാം. ഞാൻ എന്തെങ്കിലും പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ പ്രൈസ് ഗോഡ്, അത് ആരാധനയിൽ കൂടെ പ്രാപിച്ച വിടുതലും, ആരാധനയിൽ കൂടെ പ്രാപിച്ച സൗഖ്യവും, ആരാധനയിൽ കൂടെ അനുഗ്രഹവുമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം ഒരു ചെറിയ മഴ പെയ്താൽ കരകവിഞ്ഞൊഴുകുന്ന കാവേരി നദിയെ പോലെ നിന്റെ ഉള്ളത്തിലേക്ക് ആത്മാവിന്റെ ഒരു മഴ പെയ്തിട്ട് ആരാധന കരകവിഞ്ഞൊഴുകുന്ന ഒരു അനുഭവത്തിലേക്ക് വരട്ടെ. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ ഹല്ലേലൂയ. ആരാധിച്ച് കുഴഞ്ഞു പോയാൽ നീ കുഴഞ്ഞത് തന്നെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ ദൈവത്തിന്റെ സ്തോത്രം. ഒരു പ്രസംഗം ആമേൻ 2 പ്രസംഗം അല്ലെങ്കിൽ 3 പ്രസംഗം ഏതായാലും ഒന്നാമത്തേന് ശക്തി കൂടി, രണ്ടാമത്തേന് കുറഞ്ഞ്, മൂന്നാമത്തേന് അതിലും കുറഞ്ഞ്, അവസാനം ഒന്നുമില്ലാതാകുന്ന ഒരു പരിപാടി അല്ലേ ആരാധന. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ചില വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മണർകാട്, കോട്ടയം മണർകാട് അടുത്ത് ഷാജന്റെ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. രാത്രി പ്രാർത്ഥന അവിടെയാണ്. പക്ഷെ പകല് 4 മീറ്റിംഗ് പ്രസംഗിച്ചിട്ടാണ് 5ാമത്തെ മീറ്റിങ്ങിലേക്ക് പോകുന്നത്. അന്ന് സൂസമ്മ ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മണർകാട് 5ാമത്തെ മീറ്റിങ്ങിന് ഞാൻ കയറി ചെല്ലുമ്പോൾ എൻ്റെ ശബ്ദം കംപ്ലീറ്റ് പോയി. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കാറ്റ് മാത്രം വെളിയിൽ വരും. ഇവരൊക്കെ സാക്ഷി. അന്ന് ഗ്രേസി എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ഗ്രേസിനെങ്കിൽ ബോധം കെട്ട് വീണേ. കാരണം ശുശ്രൂഷ തീർന്നു, ശബ്ദമില്ല. ഒരു പാസ്റ്റർക്ക് ശബ്ദം ഇല്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം? പ്രൈസ് ഗോഡ്. ശബ്ദം വെറുതെ പോയതല്ല. 4 മീറ്റിങ്ങിൽ, 1ാം മീറ്റിങ്ങിലും 4ാമത്തെ മീറ്റിങ്ങിലും അവൻ എങ്ങനെ ശക്തമായി പ്രസംഗിക്കുന്നു അതുപോലെ അല്ലാതെ എന്നെ കൂടെ പറ്റത്തില്ല. പ്രൈസ് ഗോഡ്. 4 മീറ്റിങ്ങും കഴിഞ്ഞ് 5ാമത്തെ മീറ്റിങ്ങിലേക്ക് ചെല്ലുമ്പോൾ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. സൗഖ്യം ലഭിക്കത്തക്കവണ്ണം എൻ്റെ ശബ്ദം പോയി. ആ ശബ്ദം പോയതിൻ്റെ പുറകിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. പ്രൈസ് ഗോഡ്. ഇത് പിശാചിൻ്റെ പോരാട്ടമാണ്. പ്രൈസ് ഗോഡ്. പിശാചിൻ്റെ പോരാട്ടം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് ഫിലോസഫി ഒന്നും പറയേണ്ട. ഉണ്ട് കേട്ടോ. കർത്താവിനെ പോലും പരീക്ഷിക്കാൻ പിശാച് അടുത്ത് വന്നിട്ടുണ്ട്. നീ വിശുദ്ധനായാലും നിന്റെ അടുത്ത് വരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ചിലരൊക്കെ സൂപ്പർ ഹോളിയാ, എന്നെയൊന്നും ആരും തൊടത്തില്ലെന്ന് വിചാരിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ അടുത്ത് പോലും പിശാച് വന്നതാ, പിന്നെ വിട്ടുമാറി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പം ആമേൻ. എനിക്കൊരു കാര്യം മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. അന്ന് 3ാമത്തെ മീറ്റിങ്ങിൽ ഒരു പയ്യൻ, അവൻ്റെ കുഴപ്പമെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. അവൻ ബൈക്കിൽ പോയാലും കാറിൽ പോയാലും ബസ്സിൽ പോയാലും പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വഴിയിൽ എവിടെയെങ്കിലും ഒരു പട്ടിയെ കണ്ടാൽ, ഓർക്കുന്നുണ്ടോ? എവിടെയെങ്കിലും ഒരു പട്ടിയെ കണ്ടാൽ അവൻ വണ്ടി നിർത്തും, അല്ലെങ്കിൽ ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങി ആ പട്ടിയുടെ മുമ്പിൽ പോയി മുട്ടുകുത്തി നിർത്തും. കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ടേ പുള്ളി പോകത്തുള്ളൂ. പോസ്റ്റ് ഗ്രാജുവേറ്റാ, നല്ല ചെറുപ്പക്കാരൻ. പക്ഷെ പട്ടിയെ കണ്ടാൽ പുള്ളി മുട്ടുകുത്തും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ആ മീറ്റിങ്ങിൽ അവൻ്റെ ആ വിഭ്രാന്തി, ആ രോഗം പൂർണ്ണ സൗഖ്യമായി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എനിക്ക് മനസ്സിലായി ഇതിൻ്റെ പ്രൈസ് ഗോഡ് വൈരാഗ്യം തീർക്കാൻ ഇവൻ എൻ്റെ തൊണ്ടയെ പിടിച്ചേക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അന്ന് അവസാനം 5ാമത്തെ മീറ്റിങ്ങിൽ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.
അന്ന് ആ പ്രദേശത്തെ ഏറ്റവും നല്ല ഉന്നതമായ കുടുംബങ്ങളിലുള്ള ചിലർ വന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനിരിക്കുക. എൻ്റെ പ്രസംഗിക്കാനിരിക്കുക. ഈ കൊച്ചിയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ദൈവവചനം പറയുന്നു, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പിശാചിനോട് എതിർത്ത് നിൽപ്പി, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പക്ഷെ എങ്ങനെ എതിർക്കാനാ? എന്തോ ചെയ്യാനാ? ഒച്ചയില്ല. ഒടുവിൽ അന്ന് 3 ദൈവദാസന്മാർ എൻ്റെ കൂടെയുണ്ട്. ഒന്ന് ഹെവൻലി ഫീസ്റ്റിൻ്റെ മാത്യു കുരുവിള. അന്ന് മാത്യു കുരുവിളയുടെ ഹെവൻലി ഫീസ്റ്റിൻ്റെ പേരിൽ തുടങ്ങിയിട്ടില്ല. ഞാൻ എല്ലാ ഞായറാഴ്ച ഇവിടുന്ന് പോയി തുടങ്ങിയ മീറ്റിംഗ് നടക്കുന്ന സമയമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പെൻഷൻ ഭവനിൽ എല്ലാ ഞായറാഴ്ചയും തുടങ്ങിയ ആ മീറ്റിംഗാണ് ഇന്ന് ഹെവൻലി ഫീസ്റ്റ് ആയത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മാത്യു കുരുവിള എൻ്റെ കൂടെയുണ്ട്. തങ്കു. ദൈവത്തിന്റെ സ്തോത്രം. മാവേലിക്കര ബെൻസ് എൻ്റെ കൂടെയുണ്ട്. പ്രൈസ് ഗോഡ്. കോട്ടയത്തുള്ള ഒരു പ്രമോദ്. 3 ദൈവദാസന്മാർ എൻ്റെ കൂടെയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ആദ്യം മാത്യു കുരുവിളോട് പറഞ്ഞു, മാത്യു കുരുവിള കുറച്ച് സമയം എടുക്ക്. പ്രൈസ്, എനിക്ക് ഒച്ചയില്ല. ആംഗ്യം കാട്ടിയൊക്കെ പറഞ്ഞു, ഒച്ച പറയാൻ പറ്റത്തില്ല. അദ്ദേഹം എഴുന്നേറ്റു. പ്രൈസ് ഗോഡ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അങ്ങ് ഇരുന്നു. ഞാൻ അടുത്ത ആളോട് പറഞ്ഞു, ബെൻസിനോട് പറഞ്ഞു. ബെൻസും എഴുന്നേറ്റു. 5 മിനിറ്റ് കഴിഞ്ഞാൽ ബെൻസും അങ്ങ് ഇരുന്നു. പ്രമോദ് എഴുന്നേറ്റു. പ്രമോദും 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇരുന്നു. എൻ്റെ കൂടെ വരുന്ന ആരെല്ലാം ബിഗിനേഴ്സ്, വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആളാണ്, ഫേസിറ്റിലുള്ളവരെല്ലാം. പ്രൈസ് ഗോഡ്. ഈ 3 പേരും ഇരുന്നു. എല്ലാം കൂടെ 10 മിനിറ്റ് ആയിട്ടില്ല അല്ലേ? 10 മിനിറ്റ് ആയിട്ടില്ല. വൈകിട്ടത്തെ യോഗമാണ്. ഞാൻ നോക്കുമ്പോൾ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പെട്ടെന്ന് ദൈവത്തിന് സ്തോത്രം, ദൈവം എൻ്റെ ഒരു ഹൃദയത്തിലൊരു വാക്യം തന്നു. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പ്രൈസ് ഗോഡ്. ഒച്ചയില്ലാത്ത ഞാൻ വേദപുസ്തകം കൊണ്ട് അങ്ങ് എഴുന്നേറ്റു. ധൈര്യത്തോടെ എഴുന്നേറ്റു. പ്രൈസ് ഗോഡ്. ആദ്യത്തെ 2-3 മിനിറ്റുകൾ കൂവുന്ന ശബ്ദമാണോ എന്തോ എന്നറിയത്തില്ല, എന്തോ ശബ്ദം വരും, മനസ്സിലാകത്തില്ല. കൈകൊണ്ട് ആംഗ്യം കാട്ടി വാക്യം വായിപ്പിച്ച് അതിൽ നിന്നും ചിലതൊക്കെ കൂവുന്ന ശബ്ദമാണ്, അക്ഷരം തിരിയുന്നില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇങ്ങനെ അങ്ങോട്ട് ദൈവത്തിന്റെ സ്തോത്രം 2-3 മിനിറ്റ് ദൈവത്തിന്റെ സ്തോത്രം പോയി കാണും. പെട്ടെന്ന് എൻ്റെ ശബ്ദം തുറന്നു. എനിക്ക് മനസ്സിലായി, കെട്ടഴിഞ്ഞു, ബന്ധനം അഴിഞ്ഞു. ഇന്ന് പകൽക്കാലം പ്രൈസ് ഗോഡ്, ഡോക്ടറുടെ അടുക്ക പോയാൽ വോയിസ് റെസ്റ്റ് പറയും. ആമേൻ, ഹല്ലേലൂയ. ഈ അടുത്തിടെ എനിക്കൊരു ഒരു SMS കിട്ടി. ഒരു പാസ്റ്ററെ കുറിച്ചുള്ള SMS. പേര് ഞാൻ പറയുന്നില്ല. പാസ്റ്റർക്ക് ഡോക്ടർ വോയിസ് റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ആര് ഫോൺ ചെയ്താലും പാസ്റ്ററെ വിളിക്കേണ്ട, എന്നെ വിളിച്ചാൽ മതി. സെക്രട്ടറി അയച്ചേക്ക മെസ്സേജ്. പാസ്റ്റർക്ക് വോയിസ് റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ആരും പുള്ളിയെ ഫോൺ ചെയ്താൽ പുള്ളി ഫോൺ എടുക്കത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ നിലയിൽ ഡോക്ടറെ കാണാൻ പോയാൽ എനിക്ക് വോയിസ് റെസ്റ്റ് ഒരു 3 മാസം ഷുവറാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷെ അറിയാം, ആമേൻ, പ്രൈസ് ഗോഡ്, തൊണ്ടയെ ഞെക്കി പിടിച്ചിരിക്കുന്നവൻ ആരാണ്? അവനെ ഓടിക്കാൻ അവനോട് എതിർത്ത് നിന്നേ പറ്റൂ. എന്ത് നിന്നെ കൊണ്ട് ചെയ്യിക്കത്തില്ലെന്ന് പറയുന്നുവോ ആ വിഷയത്തിന്മേൽ തോറ്റ് പുറകോട്ട് മാറല്ലേ. വിശ്വാസത്തിൽ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്ക്. ദൈവം നിനക്ക് വേണ്ടി ശക്തിപ്പെടുത്തും. നിന്റെ ഉന്മേഷം തിരിച്ചു തരും. നിന്റെ ബലം നിനക്ക് തിരിച്ചു തരും. ആമേൻ. ദൈവമക്കളെ, ഞാൻ ഈ ഇതൊക്കെ പറയുന്നത് കേട്ടറിവല്ല, കണ്ടറിവല്ല, അനുഭവിച്ചിട്ടുള്ള അറിവായി പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പിന്നെ ആ ശബ്ദം തുറന്നു, വചനം പ്രസംഗിച്ചു. അവിടെ 5 വലിയ കുടുംബം, ഞാൻ പറയില്ല, വലിയ തറവാട്ടിലെ ആഭിജാത്യമുള്ള യാക്കോബ കുടുംബത്തിൽ നിന്ന്, വിശ്വാസത്തിന് ഭയങ്കര എതിർപ്പുകളുള്ള കുടുംബത്തിൽ നിന്ന് 5 പേര് അന്ന് സ്നാനത്തിന് അവിടെ പ്രതിഷ്ഠിച്ചു. നിന്നെ കൊണ്ട് ഒരു ശുശ്രൂഷ കൊണ്ടെന്ന് കണ്ടിട്ടാണ് നിന്നെ ബന്ധനത്തിലിട്ടിരിക്കുന്നത്, നിന്നെ തടുത്തു വച്ചിരിക്കുന്നത്. നിന്റെ ഉള്ളത്തിലേക്ക് ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി പ്രവേശിക്കട്ടെ. ഇന്ന് പകൽക്കാലം ദൈവവചനം പ്രവേശിക്കട്ടെ. നിന്നെ അത് ശക്തിപ്പെടുത്തും. ആമേൻ.
ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. നമ്മുടെ വേല എന്താണെന്ന് അറിയണം, ശുശ്രൂഷ എന്താണെന്ന് അറിയണം. ചിലർക്കൊക്കെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതാ ശുശ്രൂഷ. പിന്നെ എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടുകയില്ല, ഞാൻ ആ ജോലിയിൽ മിടുക്കനായിട്ട് മുന്നോട്ട് പോകും. ശമ്പളം ഇങ്ങനെ കൃത്യമായിട്ട് 1-ാം തീയതി മേടിക്കും. പ്രൈസ് ഗോഡ്. ഇതിനല്ല ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ചത്. ജോലി ഉണ്ടെങ്കിൽ അത് ജോലി നിനക്ക് ജീവിക്കാനും ഉയരുവാനുള്ള മാർഗമായിരിക്കുമ്പോൾ തന്നെ ആ ജോലി തന്ന ദൈവത്തെ ഒന്ന് സ്തുതിക്കാനും ഒന്ന് ആരാധിക്കാനും ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഈ ദൈവം എനിക്ക് നല്ലവനെന്ന് പറഞ്ഞവനെ ഒന്ന് ആരാധിക്കാനെങ്കിലും ദൈവത്തെ ഒന്ന് സ്തുതിക്കാനെങ്കിലും നിനക്ക് സാധിച്ചില്ലെങ്കിൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ചിലർക്ക് എല്ലാം റേഷൻ. സ്തോത്രം തീർന്നു, കയ്യടി 2 കഴി തീർന്നു. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തെ ആരാധിക്കുമ്പോൾ അതിൽ കൂടെ വിടുതലുണ്ടെന്ന് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ പരിസരം മറന്നവനെ ആരാധിക്കാൻ പറ്റൂ. ഇന്ന് പകൽക്കാലം ഞാൻ ആരാധിക്കുമ്പോൾ, ഞാൻ സ്തുതിക്കുമ്പോൾ, ഞാൻ മഹത്വപ്പെടുത്തുമ്പോൾ ഇതിൽ കൂടെ എനിക്ക് വിടുതലാണ്. പ്രൈസ് ഗോഡ്, ആമേൻ. ഈ വരണ്ട കൈയുള്ള മനുഷ്യൻ എന്ന് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. ആലയത്തിൽ ചിലരുടെ കൈ വരളും, ആ കൈയടിക്കൊന്നും വരത്തില്ല, പിന്നെ ഇങ്ങനെ വരത്തുള്ളൂ. നല്ല കൈയടി വരത്തില്ല, കൈ വരണ്ടു പോയി, മുട്ട് വെച്ച് വരണ്ടു പോയി. പ്രൈസ് ഗോഡ്. എന്നാൽ ചിലരുണ്ടല്ലോ, ദൈവസ്തോത്രം, ചിറകടിച്ച് പറന്ന് ഉയരും. പ്രൈസ് ഗോഡ്. എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തെ നിഷ്കളങ്കമായി ആരാധിക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ദൈവപ്രവൃത്തി വെളിപ്പെടും, നിന്റെ കുടുംബത്തിന് വേണ്ടി വെളിപ്പെടും. ആമേൻ. പ്രൈസ് ഗോഡ്. അതിന് പകരം ചിലർ നടക്കുന്നത് കണ്ടിട്ടില്ലേ, നല്ല കഞ്ഞി മുക്കി കതറൊക്കെ ഇട്ട് എന്നിട്ട് പിന്നെ അനങ്ങുകയില്ല. ഇവരുടെ ബോഡി വരുന്ന കണ്ടാണല്ലോ, ശരീരത്തിൽ ഒരു സാധനവും അനങ്ങുകയില്ല. ഇങ്ങനത്തെ അല്ലേ ആരാധന? ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുക, ഈ കൈ അടിച്ച് പൊട്ടിയിട്ടുണ്ട്, കൈ പൊട്ടിയിട്ടുണ്ട്, ചോര വന്നിട്ടുണ്ട്. എന്നാലും ഒരു കാര്യം എനിക്കറിയാം, ആരാധിക്കേണ്ടതുപോലെ എന്നെ ആരാധിക്കാൻ കഴിഞ്ഞിട്ടില്ല, സാധിച്ചിട്ടില്ല. ഇനിയും കർത്താവേ, കൂടുതൽ ബലത്തിൽ, കൂടുതൽ കൃപയിൽ, കൂടുതൽ ശക്തിയിൽ നിന്നെ ആരാധിക്കാൻ ജീവനുള്ള കാലത്തോളം കൃപ തരണമേ. ആമേൻ. പ്രൈസ് ഗോഡ്. ആ മണർകാട് അന്ന് ആ സംഭവം കഴിഞ്ഞ ശേഷം ഞാൻ ഒരു സത്യം കൂടെ നിങ്ങൾ പറയാം. എത്ര ഉറക്കപ്പാടിയാലും, എത്ര ഉറക്ക പ്രസംഗിച്ചാലും, എത്ര പ്രസംഗിച്ചാലും എൻ്റെ തൊണ്ട പോകത്തില്ല. ഇത് ദൈവകൃപയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കൃപ അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിന്റെ ഒച്ച അടയത്തില്ല, ശത്രുവിന് സാധിക്കത്തില്ല. ജീസസ്. ആമേൻ. പ്രൈസ് ഗോഡ്. ഈ ഇരിക്കുന്ന മാത്തുക്കുട്ടിച്ചായൻ എന്നോട്, പ്രൈസ് ഗോഡ്, ആമേൻ, ഹല്ലേലൂയ, ഒമാൻ പെന്തക്കോസ്റ്റൽ അസംബ്ലിയുടെ 10 ദിവസത്തെ കൺവെൻഷന് ചെന്നപ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അന്നും ഇതുപോലെ തന്നെയാണ് 10 ദിവസത്തെ പ്രസംഗം. പകലും രാത്രിയും ഇതുപോലെ പ്രസംഗമാണ്. 2, 3, 4 ദിവസം കഴിഞ്ഞപ്പോഴാന്ന് തോന്നുന്നു, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം, പ്രൈസ് ഗോഡ്. മാത്തുക്കുട്ടിച്ചായൻ എന്നോട് ചോദിച്ചു, പാസ്റ്ററുടെ തൊണ്ട അടയത്തില്ലെന്ന് ചോദിച്ചു. പ്രൈസ് ഗോഡ്. ഇങ്ങനെ പ്രസംഗിച്ചാൽ 10 ദിവസം പ്രസംഗിക്കാനുള്ളതാണ്, അടയത്തില്ലെന്ന് ചോദിച്ചു. 10 അല്ല 100 ദിവസം പ്രസംഗിച്ചാലും ദൈവം തുറന്നതാ. നിന്റെ ദൈവം ചിലത് തുറക്കട്ടെ. ഇനി അടയാൻ കഴിയാതെ വണ്ണം, ഇനി അടയ്ക്കാൻ കഴിയാതെ വണ്ണം, ശത്രുവിന് അടയ്ക്കാൻ കഴിയാതെ വണ്ണം ദൈവം തുറക്കട്ടെ. നിന്റെ വാതിലുകൾ തുറക്കട്ടെ. പട്ടണത്തിന്റെ വാതിൽ തുറക്കട്ടെ. അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കട്ടെ. ആരോഗ്യത്തിന്റെ വാതിൽ തുറക്കട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്. ഇന്ന് കൺവെൻഷനൊക്കെ ചെല്ലുമ്പോൾ, ഇന്നലെ ഞാൻ കൺവെൻഷന് പോയപ്പോൾ ഒരു പാട്ട് പാടി, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. അവിടുത്തെ കോയർ എൻ്റെ കൂടെ പാടാൻ വന്നു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. കണ്ണു കാണിച്ചു വേണ്ടാന്ന് പറഞ്ഞു. കാരണം അവർക്ക് നാളെയും പാടണം, തൊണ്ട പോകും, എൻ്റെ പോകത്തില്ല. മനസ്സിലായോ? ഇത് ദൈവം തുറന്നതാ, ദൈവം തുറന്നതാ. നിന്റെ വീട്ടിൽ ചിലത് ഇതുവരെ തുറക്കും. യെസ്, ഞാൻ വിശ്വാസത്തോടെ പറയട്ടെ, 2014 അവസാനിക്കുന്നതിന് മുമ്പ് നിന്റെ വീട്ടിൽ അടഞ്ഞു കിടക്കുന്ന ചിലതിനെ തുറക്കാൻ
ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദാവീദ് 7-ാം വാക്യത്തിൽ പറഞ്ഞു, ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. എന്നാൽ കർത്താവേ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു? എന്റെ പ്രത്യാശ നിങ്ങൾ ഞാൻ വെച്ചിരിക്കുന്നു. ചോദിക്കട്ടെ, എന്തിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? നിങ്ങളുടെ ലക്ഷ്യം തെറ്റരുത് കേട്ടോ. അതിന് ഞാൻ പറയാം, എന്തിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നത്? പ്രൈസ് ഗോഡ്. ചെല്ലു പറയും, എൻ്റെ കുടുംബത്തിൽ ഒരു വിടുതൽ കിട്ടാൻ ഞാൻ കാത്തിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ചെല്ലു പറയും, എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടക്കാൻ കാത്തിരിക്കുന്നു. ചെല്ലു പറയും, എൻ്റെ മകൻ്റെ ജോലി കിട്ടാൻ കാത്തിരിക്കുന്നു. ചെല്ലു പറയും, എൻ്റെ മകൻ്റെ പഠിപ്പൊന്ന് തീർന്ന് പ്രൈസ് ഗോഡ് അവനൊന്ന് ജയിച്ച് വെളിയിൽ വരാൻ ഞാൻ കാത്തിരിക്കുന്നു. പ്രൈസ് ഗോഡ്. വേറെ ചിലർ പറയും, കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ഉൾക്കൊണ്ടുന്ന ശക്തി ഉപയോഗിച്ച് അവനെ ശുശ്രൂഷിപ്പാൻ ഒരു കൃപ ലഭിക്കേണ്ടത് ഞാൻ കാത്തിരിക്കുന്നു. ആത്മീയവും ഭൗതികവും ഉണ്ട് കേട്ടോ കാത്തിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു? ആൻസർ ചെയ്യണം. പ്രൈസ് ഗോഡ്. കാത്തിരിക്കുന്ന വിഷയം ഒന്ന് എഴുത്. എന്നിട്ട് അതിൻ്റെ താഴെ ആ അവസാനം ദാവീദ് പറഞ്ഞതും കൂടെ ഒന്ന് എഴുതി ചേർക്കണം. എൻ്റെ കർത്താവേ, ഞാൻ എൻ്റെ പ്രത്യാശ നിങ്ങൾ വച്ചിരിക്കുന്നു. ഞാൻ കാത്തിരിക്കുന്നത് വെറുതെയല്ല, എൻ്റെ സകല പ്രത്യാശയും നിന്നിൽ വച്ചുകൊണ്ട് ഞാൻ കാത്തിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അങ്ങനത്തെ കാത്തിരിപ്പാണ് യോബ് പറയുന്നത് 13:15. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇതുപോലെ ഒരു കാത്തിരിപ്പ് ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ആമേൻ. എൻ്റെ പ്രത്യാശ നിങ്ങൾ വച്ച് ഞാൻ കാത്തിരിക്കുന്നു. എനിക്കൊരു ഉറപ്പുണ്ട്, സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. ഇന്ന് പകൽക്കാലം ദൈവാത്മാ വ്യക്തമായി സംസാരിക്കുന്നു. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. ആമേൻ. സങ്കീർത്തനം 9:18. ദരിദ്രനെ എന്നേക്കും മറന്നു പോകുകയില്ല, സാധുക്കളുടെ പ്രത്യാശയ്ക്ക് എന്നും ഭംഗം വരികയില്ല. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. രണ്ട് പ്രയോഗം, ഓൾവേ ആൻഡ് ഫോർ എവർ. നോട്ട് ഓൾവേ ആൻഡ് ഫോർ എവർ. പ്രൈസ് ഗോഡ്. എന്നേക്കും ഇല്ല, മറന്നു പോകത്തില്ല. പ്രൈസ് ഗോഡ്. എന്നും ഇല്ല, ഭംഗം വരത്തില്ല. പ്രൈസ് ഗോഡ്. ഓൾവേ ആൻഡ് ഫോർ എവർ. ഇന്ന് പകൽക്കാലം ഈ രണ്ട് വാക്ക് മതി നമ്മൾ ബലപ്പെട്ട് മടങ്ങിപ്പോകാൻ. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. ദൈവത്തിന് സ്തോത്രം. നീ ദരിദ്രനാണോ? നീ നിന്റെ ഇല്ലായ്മ കണ്ട് നിന്നെ മറന്നു പോകുന്ന ദൈവമല്ല. നിനക്ക് വേണ്ടി മാത്രം ആമേൻ. ദൈവമക്കളെ, ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി ഈ ദൈവം പ്രവർത്തിക്കുമെന്ന് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്തോത്രം പറഞ്ഞാൽ പ്രൈസ് ഗോഡ്. ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി. സ്വന്തമായ അനുഭവങ്ങൾ ഒത്തിരിയുണ്ട്. വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അന്നത്തെ നിയമം പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അത് അങ്ങനെ തന്നെ നടപ്പാക്കിയില്ലെങ്കിൽ കല്ലെപ്പിളർക്കുന്ന നിയമം, കൽപ്പന, ആ വിഷയത്തിൻ്റെ മുമ്പിൽ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മിസ്രൈമിൽ ജനിക്കുന്ന എബ്രായർക്ക് ജനിക്കുന്ന ആൺകുട്ടികൾ സകലതും മരിക്കണമെന്ന്, കൊല്ലണമെന്ന് പ്രൈസ് ഗോഡ് ഫറവോൻ കൽപ്പന ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു കുഞ്ഞ് ജീവിച്ചു വരാൻ എളുപ്പമല്ല. എന്നാൽ ഫറവോൻ മരിക്കണമെന്ന് പറയുമ്പോൾ എൻ്റെ മകൻ ജീവിക്കണമെന്ന് ദൈവം പറഞ്ഞാൽ, ആമേൻ, മോശെ നിന്നെ കൊല്ലണമെന്ന് പറഞ്ഞ അതേ കൊട്ടാരത്തിൽ, നിന്നെ നശിപ്പിക്കണമെന്ന് പറഞ്ഞ അതേ സ്ഥാനത്ത് നിന്നെ അവൻ ഹല്ലേലൂയ മുടിക്കണമെന്ന് പറഞ്ഞവനെ കൊണ്ട് തന്നെ നിന്നെ വളർത്തി ആമേൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ദൈവകൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. ഒറ്റ ഒരാൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഈ ദൈവത്തിന് മടിയില്ല കേട്ടോ. ഈ ദൈവത്തിന് മടിയില്ല. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കോടിക്കണക്കിന് ജനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും ഈ ഭാരതത്തിൽ
106 കോടി ജനമുണ്ടെങ്കിലും അവർക്ക് വേണ്ടിയല്ല, വ്യക്തിപരമായി നിനക്ക് വേണ്ടി, ഫോർ യു, ഫോർ യു, ഫോർ യു, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവത്തെ തള്ളിക്കളയല്ലേ, അവനെ ഉപേക്ഷിക്കല്ലേ. അവനെ അംഗീകരിച്ച് അവന് കൊടുക്കുന്ന മഹത്വം കൊടുത്ത് അവനെ ആരാധിക്ക. ആമേൻ. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞില്ലേ, പ്രൈസ് ഗോഡ്. ഈ ഒറ്റ ഒരാൾക്ക് വേണ്ടി ദൈവത്തിന്റെ സ്തോത്രം. എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും അത് മനസ്സിലാകത്തില്ല പലതും. പ്രൈസ് ഗോഡ്. ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ നിന്ന് ഗുരുവായൂരിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഇന്ന് മദ്രാസ് വരെ ഓടുന്ന ട്രെയിൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. നാഗർകോവിലിൽ നിന്ന് ഞങ്ങൾ എല്ലാ മാസവും പോയിക്കൊണ്ടിരുന്ന തിരുനെൽവേലിയിലേക്ക്, എക്സാക്ട്ലി ടു ദാറ്റ് പോയിന്റ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി ഇന്ത്യൻ റെയിൽവേയിൽ മാറ്റം വരുത്തി, സമയങ്ങളിൽ മാറ്റം വരുത്തി ഗുരുവായൂരിന്ന് പോകുന്ന ട്രെയിൻ ആമേൻ തിരുനെല്ലിവേലിയിൽ കൊണ്ടുപോയി നിർത്തിയ ദൈവമാണ് ഞാൻ ആരാധിക്കുന്ന ദൈവം. ഈ ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി ലോകത്തിലെ ഏത് വിഷയങ്ങളെയും മറികടന്ന്, നിയമങ്ങളെ മറികടന്ന് സകല സൗകര്യങ്ങളും നിനക്ക് വേണ്ടി ഒരുക്കി വിടുവിക്കാൻ കഴിവുള്ള ദൈവകൃപ ഇന്ന് പകൽക്കാലം വ്യാപരിക്കുന്ന ആമേൻ ദിവസം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. My God is a great God. He is a mighty God. He is a wonderful God. ഈ ദൈവം എനിക്ക് മതി, 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 മതി. ഹല്ലേലൂയ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യഹോവ ഈരേ, ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ, സൗഖ്യദായകൻ, തൽ അടിപ്പിണരാൽ സൗഖ്യം. യഹോവ ശമ്മ, കൂടെയിരിക്കും, നൽകുമൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നിന്റെ കൂടെ ഇരുന്ന് നിന്റെ ആവശ്യങ്ങള് മറ്റാരേക്കാളും ഉപരിയായി ഒരു മനുഷ്യനും സഹായിക്കാൻ കഴിയാത്ത സ്ഥാനത്തും ഒരു വ്യക്തിയും നിനക്ക് അനുകൂലമല്ലാത്ത സ്ഥാനത്തും നിന്റെ കൂടെ ഇറങ്ങി വന്ന് നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്ന, നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിന്നെ നടത്തുന്ന ഈ ദൈവം നിനക്കുണ്ട്. അവൻ മാത്രം മതി എന്ന് പറഞ്ഞ് അവനെ സ്തുതിച്ചാരാധിക്ക്. അപ്പോഴാണ് ഈ ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ ആ ചൂടൊന്ന് മാറുന്നത്, അപ്പോഴാണ് അതിൻ്റെ സ്പീഡൊന്ന് മാറുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇങ്ങനെ കൈയടിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല, പ്രൈസ് ഗോഡ്, നല്ല താളത്തിന് അടിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ദൈവത്തിൻ്റെ മഹത്വം അങ്ങോട്ട് വെളിപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അങ്ങോട്ട് ദേഹത്തിൽ വ്യാപരിക്കുമ്പോൾ ഇങ്ങനെ അടിച്ചുകൊണ്ട് ഇങ്ങനെയാകും. പ്രൈസ് ഗോഡ്, അതിവേഗത്തിൽ പറന്ന് ഉയരുന്ന അനുഭവത്തിലേക്ക്, ആത്മീയമായി ഒരു പുഷ്ടി പ്രാപിക്കുന്ന അനുഭവത്തിലേക്ക് ദൈവം എന്നെയും നിന്നെയും കൊണ്ടുപോകട്ടെ. ഹല്ലേലൂയ. ഞാൻ പറയും, ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടല്ലോ, ഓരോ സെല്ലിലും അങ്ങ് വ്യാപരിക്കും, ഓരോ മസിലിലും അങ്ങ് വ്യാപരിക്കും, അസ്ഥി മുഴുവൻ വ്യാപരിക്കും, ശരീരം മുഴുവൻ വ്യാപരിക്കും. അങ്ങനത്തെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി അനുഭവിച്ചവനെ ആരാധിക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ ചിലരൊക്കെ ധരിച്ചു വെച്ചേക്കുന്നത് കൊട്ടി ശക്തി ഉണ്ടാക്കുക എന്നാ. ഞാൻ പറയട്ടെ, ശക്തി വന്നിട്ടാ കൊട്ടുന്നത്. പ്രൈസ് ഗോഡ്. ഞാൻ അഭിഷേകം പ്രാപിച്ച ദിവസം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഞാൻ മനസ്സിൽ വിചാരിച്ചോണ്ടിരുന്നറിയാമോ, എന്ത് വന്നാലും ഞാൻ കൈ കൊട്ടത്തില്ല. കാരണം എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു, കൈ കൊട്ടി സ്പീഡ് കൂടി പറയുമ്പോൾ നാക്ക് കുഴയുമ്പോഴാണ് അന്യഭാഷ വരുന്നത്. ഞാൻ തീരുമാനിച്ചു, ഞാൻ കൈയും കൊട്ടത്തില്ല, ഒന്നും മിണ്ടത്തില്ല. പ്രൈസ് ഗോഡ്. അങ്ങ് ഇരുന്നു. പക്ഷെ ഒരു കാര്യം, മറുതലിച്ചുള്ള ഇരിപ്പല്ലായിരുന്നു. ദൈവമേ, യഥാർത്ഥമായിട്ട് ഈ അഭിഷേകത്തിൻ്റെ ശക്തി
അതുപോലെ ഉള്ളതുപോലെ എന്നിലേക്ക് പകർന്നാൽ ഒരു പോഷനെ പോലെ ഞാൻ പിന്നെ ദൈവത്തെ ആരാധിക്കും. ആമേൻ. എൻ്റെ പദവിയും എൻ്റെ ജോലിയും എൻ്റെ പഠിപ്പും എൻ്റെ കൂടെ ആരുണ്ടെന്നും നോക്കാൻ ആരുണ്ടെന്നും കാണാൻ ആരുണ്ടെന്നും വിഷയമല്ല. ദൈവത്തെ ആരാധിക്കാൻ നിന്നാൽ ഞാനൊരു പോഷനെ പോലെ ആരാധിക്കും. അന്ന് തീരുമാനിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. രാവിലെ മുതൽ ഉച്ചവരത്തെ സെഷനിൽ ഒന്നും നടന്നില്ല. ഉച്ചവരത്തെ സെഷനിൽ 2 മണിക്ക് തുടങ്ങിയ സെഷനിൽ ഒന്നും നടന്നില്ല. 3 മണി ആയപ്പോൾ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, എല്ലാവരും ശക്തമായി ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ കയ്യും കെട്ടിയിരിക്കുകയാണ്. അന്നത്തെ ശുശ്രൂഷ ദൈവദാസൻ വന്ന്, അദ്ദേഹത്തിൻ്റെ പേര് എബ്രഹാം എന്നാണ്, പ്രൈസ് ഗോഡ്, CA എബ്രഹാം. ഹല്ലേലൂയ. അദ്ദേഹം വന്നിട്ട് എന്നെ ഒന്ന് തൊട്ടതെനിക്ക് അറിയാം. പ്രൈസ് ഗോഡ്. ഒരു ഹൈ വോൾട്ടേജ് എൻ്റെ ശരീരത്തിൽ കൂടെ പാസ് ചെയ്യുന്നത്, ഞാൻ നാവെടുത്ത് സംസാരിക്കുന്നത് മാത്രം എനിക്കറിയാം. അന്ന് അന്യഭാഷയിൽ ആരാധിക്കാൻ തുടങ്ങി, അന്ന് കൈയടിച്ച് ആരാധിക്കാൻ തുടങ്ങി, അന്ന് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാൻ തുടങ്ങി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എനിക്കൊരു കാര്യം മനസ്സിലായി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എൻ്റെ മേൽ, നിന്റെ മേൽ പകരപ്പെടുമ്പോൾ ഇറ്റ് വിൽ ടേക്ക് ഓവർ യു. അത് നിന്നെ കരങ്ങളിലെടുക്കും. ആമേൻ. പരിശുദ്ധാത്മാവ് വഹിച്ചുകൊണ്ടുവെന്ന് പറയത്തില്ലേ, ആത്മാവ് നമ്മളെ കരങ്ങളിലെടുക്കും. പ്രൈസ് ഗോഡ്. അങ്ങനെ ചില ആരാധന അനുഭവങ്ങളിലേക്ക്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, നമ്മൾ നടത്തപ്പെടണം. ഈ 2014-15 തീരാറായ സമയത്ത് ഞാൻ പറയുന്നു, 15ലേക്ക് പ്രവേശിക്കുമ്പോൾ ബഹുനിശ്ചയത്തോടെ, അവനെന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. പ്രൈസ് ഗോഡ്. അതായിരിക്കണം നമ്മുടെ മനോഭാവം. 19-ാം അധ്യായം ഇയ്യോബിന്റെ 25. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും. പ്രത്യാശ അതാ കേട്ടോ, അതാണ് പ്രത്യാശ. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കും. ആമേൻ. ഇയ്യോബിന്റെ ശരീരത്തിൽ നിന്ന്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഒട്ടുകഷ്ണം കൊണ്ട് ചുരണ്ടി 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 പൊടി ഇങ്ങനെ ചുറ്റും കിടക്കുകയാണ്. ഇയ്യോബിന്റെ പ്രത്യാശ എന്നറിയാമോ? ഈ പൊടിമേൽ എൻ്റെ വീണ്ടെടുപ്പുകാരൻ നിൽക്കും. ഇന്ന് പകൽ നിന്റെ പ്രശ്നത്തിന്മേൽ അവൻ ഇറങ്ങി വരും. നിന്റെ വേദനകളിൽ മേൽ അവൻ ഇറങ്ങി വരും. നിന്റെ നഷ്ടങ്ങളിൽ മേൽ അവൻ ഇറങ്ങി വരും. നിന്റെ കഷ്ടങ്ങളിൽ മേൽ എൻ്റെ യേശു ഇറങ്ങി വരും. വിശ്വസിച്ചുകൊണ്ടൊരു സ്തോത്രം പറ. എൻ്റെ യേശു വരും, എൻ്റെ യേശു വരും, എൻ്റെ യേശു ഇറങ്ങി വരും. അടുത്ത വാക്യം. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. Though after my skin worms destroy this body. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് പുഴു അരിച്ച് എൻ്റെ ശരീരം, പ്രൈസ് ഗോഡ്, നിങ്ങൾ ഈ കാണുമ്പോൾ, പ്രൈസ് ഗോഡ്, ഇയ്യോബിന്റെ ശരീരം മുഴുവനും വേംസ്, പുഴുക്കളാണെന്ന് തോന്നുന്നു. പ്രൈസ് ഗോഡ്. ഇയ്യോബ് പറയുകയാണ്, ഈ പുഴുക്കളെല്ലാം കൂടെ എൻ്റെ മാംസം തിന്ന് തീർത്ത് കളഞ്ഞാലും, അങ്ങനെ ഞാൻ നശിച്ചാലും, പ്രൈസ് ഗോഡ്, yet in my flesh, എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ചാലും ദേഹസഹിതനായി ഞാൻ എൻ്റെ ദൈവത്തെ കാണും. എന്തെല്ലാം ശത്രു നഷ്ടപ്പെടുത്തിയാലും, ഏതെല്ലാം വേദനകൾ എന്നെ പിടിച്ചാലും, എന്തെല്ലാം തകർന്നു പോയാലും, ഞാൻ ദേഹസഹിതനായി എൻ്റെ രക്ഷകനെ കാണും, എൻ്റെ വീണ്ടെടുപ്പുകാരനെ കാണും. ആമേൻ. അതിനകത്ത് 2 വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. എൻ്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം. അടുത്ത വാക്യം, ഞാൻ ദേഹസഹിതനായി. നശിച്ച ശേഷം ദേഹസഹിതനായി. എന്ത് നശിച്ച ശേഷം? എൻ്റെ തൊലിയും ഈ ശരീരവും നശിച്ച ശേഷം ഈ ശരീരത്തോടെ ഞാൻ കാണും. എന്ന് പറഞ്ഞാൽ നിനക്ക് ഇപ്പോഴുള്ളത് നഷ്ടപ്പെട്ടു പോയത്, പ്രൈസ് ഗോഡ്, എല്ലാം നശിച്ച ശേഷം അതോടുകൂടി നീ ദൈവത്തെ വീണ്ടും കാണും. നിന്റെ നഷ്ടം നികത്തി നീ ദൈവത്തെ കാണും. നിന്റെ കഷ്ടം നികത്തി നീ നിന്റെ ദൈവത്തെ കാണും. നിന്റെ രോഗം മാറി നീ ദൈവത്തെ കാണും. നിന്റെ നഷ്ടപ്പെട്ട ശരീരത്തോടെ നീ ദൈവത്തെ കാണും. നഷ്ടപ്പെട്ട ത്വക്കിനോടെ ദൈവത്തെ കാണും. അങ്ങനെയാണെങ്കിൽ നഷ്ടം നഷ്ടമല്ലെന്നേ. ഇന്നത്തെ നഷ്ടം നഷ്ടമല്ല, കഷ്ടം കഷ്ടമല്ല. അതുകൊണ്ട് ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണിക്കൊണ്ട് ദൈവത്തെ ആരാധിക്കുക. അവനെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. പ്രൈസ് ഗോഡ്. അങ്ങനെ ദൈവത്തിന് സ്തോത്രം. 7-ാം വാക്യം ഒന്നുകൂടെ വായിച്ച്, സങ്കീർത്തനം. എന്നാൽ കർത്താവേ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു? എന്റെ പ്രത്യാശ നിങ്കൽ വെച്ചിരിക്കുന്നു. ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു? എൻ്റെ പ്രത്യാശ നിങ്കൽ വച്ചിരിക്കുന്നു. ഇന്ന് സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത ഈ ദൈവത്തിൽ നമ്മുടെ പ്രത്യാശ വയ്ക്കാം. 2014 വന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒന്നും പ്രൈസ് ഗോഡ് വിഷയമല്ല. 18 വർഷമായത്, 38 വർഷമായത്,
13 വർഷം 12 വർഷമായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒറ്റ വചനം കൊണ്ട് അവൻ കാര്യങ്ങളെ മാറ്റിമറിച്ച ദൈവത്തിൻ്റെ കൃപ ഇന്നും എനിക്കും നിനക്കും വേണ്ടി വ്യാപരിച്ചാൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഈ ആണ്ടിൻ്റെ ഈ വർഷത്തിൻ്റെ 51ാമത്തെ ഈ ആഴ്ച തന്നെ നിന്റെ ചരിത്രത്തെ തിരുത്തി എഴുതുവാൻ, നിന്റെ വിഷയങ്ങളെ തിരുത്തി എഴുതുവാൻ, നിന്റെ പ്രതികൂലങ്ങളെ ത്വരിച്ചു മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കണ്ണുകളടയ്ക്കാം, തലകളെ വണക്കാം. 2014 വിട്ടുപോകുന്ന ഇനി ഒരൊറ്റ ആഴ്ചയും കൂടി നമ്മൾ ദൈവത്തെ ഈ വർഷം ആരാധിക്കത്തുള്ളൂ. ഇനി 11 ദിവസത്തോളം നമ്മുടെ മുമ്പിലുണ്ട്. ഈ 11 ദിവസം അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ കൂട്ടിയാകട്ടോ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. 10 ദിവസമേ ഉള്ളൂ. ഈ 10 ദിവസം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ, അവൻ കഴിഞ്ഞ കാലങ്ങളിൽ വിട്ടുപോയതൊന്ന് പൂരിപ്പിക്കാൻ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. 40 മണിക്കൂറത്തെ പ്രാർത്ഥന പറഞ്ഞു. ചിലർക്കൊക്കെ 40 തികച്ചു കഴിഞ്ഞു, ചിലർക്ക് കഴിഞ്ഞിട്ടില്ല ഈ വർഷം. പ്രൈസ്. എന്നാലും ഞാൻ പറയട്ടെ, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. എത്രയും ശ്രമിച്ചിട്ടും എത്ര പരിശ്രമിച്ചിട്ടും എനിക്ക് 40 മണിക്കൂർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിച്ചിട്ടും സാധിച്ചില്ല, കഴിഞ്ഞില്ല. 25 ആയിട്ടുള്ളൂ. ഇനി ഒരു 15 ഉണ്ട്. അത് ഈ വർഷം സാധിക്കുമെന്ന് തോന്നുന്നില്ല. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. സാരമില്ല. പ്രൈസ് ഗോഡ്. അത് 31-ാം തീയതി തന്നെ തീർക്കണമെന്ന് പ്രൈസ് ഗോഡ് ആഗ്രഹം ഉണ്ടായിരുന്നു, സാധിച്ചില്ല. പക്ഷെ ദൈവം നോക്കുന്നത് ഇനിയും അത് നിനക്ക് സമയമുണ്ടെന്നാണ് പറയുന്നത്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഡിസംബർ 31 കൊണ്ട് കഴിഞ്ഞില്ലെങ്കിലും ആമേൻ, ജനുവരി കൊണ്ടെങ്കിലും ഞാൻ 40 തേക്കും തീരുമാനിക്കും. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ 1 മണിക്കൂർ പോലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല. തീരുമാനിക്ക്, ഞാൻ ജനുവരി അവസാനത്തിന് മുമ്പെങ്കിലും 40 മണിക്കൂർ പ്രാർത്ഥിക്കും. ഏതായാലും പ്രാർത്ഥനയല്ലേ, നല്ലതല്ലേ? പ്രൈസ് ഗോഡ്. ഒരു തീരുമാനമെടുക്കും. ഇനി ഒരു കാരണവശാലും എനിക്ക് സഭയിൽ വന്നിരുന്ന് 40 മണിക്കൂർ പ്രാർത്ഥിക്കാനുള്ള സാഹചര്യമില്ല. പലർക്കും പല സാഹചര്യങ്ങളാണ് എനിക്കറിയാം. 40 മണിക്കൂർ സഭയിൽ വന്നിരുന്ന് സഭയ്ക്ക് വേണ്ടിയും ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാനുള്ള സാഹചര്യം എനിക്കില്ല. ദൈവം അത് അറിയുന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അതുകൊണ്ടായിരിക്കും ദൈവം എന്നോട് പറയാൻ പറഞ്ഞത്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, 40 മണിക്കൂർ സഭയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ എന്നെക്കൊണ്ട് കഴിയുന്നില്ല. എന്നാൽ എൻ്റെ വീട്ടിലിരുന്ന് ഞാൻ 40 മണിക്കൂർ പ്രാർത്ഥിക്കും എന്ന് വിചാരിച്ച് വരാൻ കഴിവുള്ളൊരു വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് നല്ല കേട്ടോ. വരാൻ കഴിവുള്ളവരൊക്കെ വന്ന് പ്രാർത്ഥിക്കണം. സാഹചര്യമുണ്ട്, സാധിക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് 40 മണിക്കൂർ പ്രാർത്ഥിക്കുമെന്നത് തീരുമാനിക്കുക. ഞാൻ കൈപൊക്കിക്കുന്നില്ല കേട്ടോ, ഇത് നിങ്ങൾക്ക് വിട്ടുതരികയാണ്. ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് 40 മണിക്കൂർ പ്രാർത്ഥിക്കും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ആമേൻ. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയുടെ ശക്തി എന്തെന്ന് നമ്മുടെ സഭ കണ്ടതാണ്, അറിഞ്ഞതാണ്. ഇനി 2015 അധികമായത് ആവശ്യമാണ്. അത് ലഭിക്കാൻ പ്രൈസ് ഗോഡ് കൂടുതൽ പ്രാർത്ഥനാ പദ്ധതികൾ ഇനിയും ആവിഷ്കരിക്കാൻ പോവുകയാണ് ഫേസ് സിറ്റി ചർച്ചിൽ. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. നമ്മളുടെ ഒരു പ്രാർത്ഥിക്കുന്ന സഭയായിട്ട് ഈ സഭ തീർന്നെങ്കിലേ പറ്റൂ. പ്രൈസ് ഗോഡ്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. കണ്ണുകളടയ്ക്കാം, തലകളെ വണക്കാം, ചില തീരുമാനങ്ങൾ എടുക്കാം. 1 മിനിറ്റ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ കേട്ട വചനത്തിന് വിളിച്ച് എന്ത് തീരുമാനമാണ് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ 2 കാര്യം മുകളിലോട്ട് കൊണ്ടുപോകും. 1 ദൈവത്തിന് വേണ്ടി ചെയ്തത്, 2 മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തത്. 2 കാര്യം മാത്രമേ മുകളിലോട്ട് പോകത്തുള്ളൂ. പ്രൈസ് ഗോഡ്. അതിൽ എന്തോ നിങ്ങൾ തീരുമാനിക്കുക. അത് ഈ 1 മിനിറ്റ് കൊണ്ട് ഒന്ന് തീരുമാനിച്ച് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഉറപ്പാക്ക്. ആമേൻ. കണ്ണുകളടയ്ക്കാം, തലകളെ വണക്കാം. 1 വരി പാട്ടുകൾ പാടുമ്പോൾ നിങ്ങൾ തീരുമാനമെടുക്കാം. മുറ്റും ഞാൻ തരും നീതാ ഭൂനിക്ഷേപം മുഴുവൻ ദേഹം ദേഹി സമസ്തം എന്നേക്കും നിന്റേതു ഞാൻ. മുറ്റും ഞാൻ തരും നീതാ ഭൂനിക്ഷേപം മുഴുവൻ ദേഹം ദേഹി സമസ്തം എന്നേക്കും നിന്റേതു ഞാൻ. ശരണം എൻ കർത്താവേ, വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ, താഴ്മയായി കുമ്പിടും
രക്ഷിക്ക എന്നെ ഇപ്പോ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുക. ഈ 2014 ഞങ്ങൾക്ക് പല ആഗ്രഹങ്ങളുണ്ടായിരുന്നു, ആവശ്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങളുടെ ആഗ്രഹങ്ങളെ നിറവേറ്റി തന്ന്, ഞങ്ങളുടെ ആവശ്യങ്ങളെ അനുവദിച്ചു തന്ന് ഞങ്ങളെ നടത്തിയ കർത്താവേ, നിനക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ, ദൈവസഭയ്ക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ, ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യുവാൻ എന്നെ സമർപ്പിക്കുന്നു. നീ ഞങ്ങളെ ഉപയോഗിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവമായിരുന്ന കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 31-ാം തീയതി ആണ്ടർ യോഗത്തിന്റെ